Meet the editors. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത് പ്രായോഗിക ബജറ്റോ എന്നുള്ളതാണ് ചോദ്യം. നമുക്കിപ്പം പിയ സുനിൽ ഡൽഹിയിൽ നിന്നും തത്സമയം ചേരുന്നുണ്ട്. വെൽക്കം ആൻഡ് ഗുഡ് ഈവനിങ് പിയ സുനിൽ. സ്മൃതിയിൽ തുടങ്ങാം. പ്രായോഗിക ബജറ്റാണ് ഇനിയിപ്പോൾ ഈ സർക്കാരിന് കാലാവധി ഇനി 2 മാസം അല്ലെ, 3-ാമത്തെ മാസം ആകുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. ഈ സമയത്തിനകത്ത് അങ്ങനെയല്ല, ഒരു സാമ്പത്തിക വർഷം എന്ന കണക്കാക്കിയിട്ടാണ് പറയുക. എന്നാൽ പോലും ഇതുവരെയുള്ള ചെലവുകളും ഇതുവരെ നടത്തിയ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അപ്രായോഗികമായ ഒരു ബജറ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോടികൾ എല്ലാ മേഖലകൾക്കും കോടികൾ നീക്കി വെച്ചുകൊണ്ട് സമഗ്രമായ എല്ലാ മേഖലകളെയും തൊട്ടുപോകുന്നുണ്ട്. എല്ലാ മേഖലകളെയും തൊട്ടുള്ള പ്രഖ്യാപനങ്ങളുണ്ട്. പക്ഷേ ആ പ്രഖ്യാപനങ്ങൾ എത്രത്തോളം പ്രായോഗികമായി നടപ്പാക്കാനാകും എന്നുള്ള ചോദ്യം വരുമ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം, അതിന് മുന്നേയുള്ള സാമ്പത്തിക വർഷം എത്രത്തോളം പദ്ധതികൾ നടപ്പാക്കി എന്നതിനോടാണ് ചേർത്ത് വായിക്കേണ്ടതെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ മാർച്ച് വരെയാണ്, മാർച്ച് 31-നാണ് ഈ സാമ്പത്തിക വർഷം അവസാനിക്കുക. ഇതുവരെ പ്ലാൻ ഫണ്ട് എക്സ്പെൻഡിച്ചർ എന്നുള്ളത് 38%. അപ്പോൾ 38% ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി ഈ മാർച്ച് വരുമ്പോഴേക്കും എത്ര ശതമാനം ഉപയോഗിക്കാനാകും? ഈ പ്ലാൻ ഫണ്ടിൽ 38% എന്ന് പറയുന്നത് വളരെ കുറവാണ് എന്നുള്ളതാണ്. ഇനി കഴിഞ്ഞ സാമ്പത്തിക വർഷം നോക്കുകയാണെങ്കിൽ 2024-25 സാമ്പത്തിക വർഷത്തിൽ ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു, വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. അതിനുശേഷം അതിൽ 50% വെട്ടിക്കുറവ് വരുത്തുകയാണ്. ആ വെട്ടിക്കുറവ് എന്നുള്ളത്, അതായത് നിയമസഭ പാസാക്കി ഗവർണറുടെ അനുമതി കിട്ടിക്കഴിഞ്ഞ ആ ബജറ്റ്, പിന്നീട് ആ ബജറ്റിൽ വെട്ടിക്കുറവ് വരുന്നത് ഉദ്യോഗസ്ഥരുടെ ഒരു സമിതി രൂപീകരിച്ച് ഒരു തീരുമാനമെടുത്ത ശേഷം ആ വെട്ടിക്കുറവ് വരുത്തുകയാണ്. അപ്പോൾ ജനങ്ങളോട് പ്രഖ്യാപിച്ച ഒരു കാര്യം സാമ്പത്തിക ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് അത് കട്ട് ചെയ്യുന്നു. ആ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, പ്രതിസന്ധി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടാത്ത വിഹിതത്തിൻ്റെ കണക്കാണ്. സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ് എപ്പോഴും സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. അത് പകുതി യാഥാർത്ഥ്യവുമാണ്. കേന്ദ്രത്തിൽ നിന്നും നമുക്കുള്ള വിഹിതം കിട്ടുന്നില്ല, കടത്തിൻ്റെ പരിധി കുറച്ചത്, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയെങ്കിൽ ഈ പ്രഖ്യാപനം, അപ്പോൾ നടത്തിയ പ്രഖ്യാപനം പ്രായോഗികമായിരുന്നു. കാരണം സാമ്പത്തികമായി കേന്ദ്രം പിഴിയുന്നു എന്നുള്ളത് പുതിയ സാഹചര്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊരു കാര്യം ആയി അവിടെ നിൽക്കുന്നു. ഇനി പേ കമ്മീഷൻ, കഴിഞ്ഞ 2024 വെക്കേണ്ട പേ കമ്മീഷനാണ്, അത് ഇപ്പോൾ വച്ചിരിക്കുന്നു. അപ്പോൾ ഈ 3 മാസത്തിനിടയ്ക്കാണ് ഈ കമ്മീഷൻ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകേണ്ടത്. ആ റിപ്പോർട്ട് നൽകിക്കഴിഞ്ഞ് അതെപ്പോൾ നടപ്പാക്കാനാണ്? അപ്പോൾ സർക്കാർ ജീവനക്കാരുടെ വോട്ട് കിട്ടാനുള്ള, അവരെ കയ്യിലെടുക്കാനുള്ള ഒരു പ്രഖ്യാപനമായിട്ട് പക്ഷേ അതിനെ കാണാൻ പറ്റും. അതല്ല എങ്കിൽ 2024 തന്നെ നടപ്പാക്കേണ്ടതായിരുന്നു, അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇനി അടുത്തത് ഈ പറഞ്ഞ ക്ഷേമ പെൻഷൻ്റെ കാര്യം. ക്ഷേമ പെൻഷനിൽ ഈ എന്താണോ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് അത് മുഴുവൻ നടപ്പാക്കിയ സർക്കാർ, അല്ലെങ്കിൽ അത് മുഴുവൻ അതിൻ്റെ പ്രോഗ്രസ് പറയുന്ന സർക്കാർ എന്ന് പറയുമ്പോൾ, ക്ഷേമ പെൻഷൻ കഴിഞ്ഞ 5 വർഷമായി നടപ്പാക്കാതെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ബജറ്റിൽ ക്ഷേമ പെൻഷൻ 1600 നിന്നും 400 രൂപ കൂട്ടുന്നു. ഈ ബജറ്റിൽ ഉറപ്പായും അത് കൂട്ടി 2500 ആക്കും. അതായത് പ്രകടന പത്രികയിൽ ഉറപ്പുണ്ടാകും, നടപ്പാക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അതുണ്ടായിട്ടില്ല, അത് മാറ്റിവെച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രകടന പത്രിക പൂർണ്ണമായും നടപ്പാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ അത് നടപ്പാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, 5-ാം വർഷത്തിൻ്റെ അവസാനമാണ് ആ 400 രൂപ കൂട്ടിയത് എന്നുള്ളതാണ്. ഇനി ആശമാരുമായി ബന്ധപ്പെട്ട് ഈ ഓണറേറിയം വിഷയത്തിൽ എത്ര കാലം ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രതിനിധികൾ അല്ലെങ്കിൽ CPM പ്രതിനിധികൾ ചർച്ചകളിലൊക്കെ എത്രത്തോളം പ്രതികരിച്ചു എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ തൊഴിലാളികളല്ല എന്ന സാങ്കേതികത്വം പറയുന്നുണ്ടായിരുന്നു. ആ സമരം നടത്തിയ മാസങ്ങളോളം വെയിലും മഴയും കൊണ്ട് സമരം ചെയ്ത ആശമാരെ അപമാനിക്കുന്ന പ്രതികരണങ്ങൾ ചില നേതാക്കളിൽ നിന്നെങ്കിലും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിലും ഒരു വർധന വരുത്തിയിട്ടുണ്ട്, ഈ ബജറ്റിലും വർധന വരുത്തുന്നു. അപ്പോൾ ആ ഓണറേറിയം കൂട്ടാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ മുമ്പ് പറഞ്ഞ ന്യായങ്ങൾ പറയേണ്ട, കാരണം മറ്റു സംസ്ഥാനങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ കേരളത്തിലാണല്ലോ കൂട്ടിയിട്ടുള്ളത് എന്ന അതൊന്നും പറയേണ്ട. കാരണം ആ സമരം ചെയ്യുന്നവർ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ പ്രായോഗികമായ ബുദ്ധിമുട്ടും അത് നടപ്പാക്കേണ്ടതില്ല എന്നും കേന്ദ്രത്തോട് പോയി ചോദിക്കുമെന്നും, അതിലപ്പുറം കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യാനെതാ ഞാനും വരാമെന്നൊരു മന്ത്രി പറഞ്ഞ സാഹചര്യം കൂടി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവിടെയാണ് ഈ 1000 രൂപ അവർക്ക് കൂട്ടിയിരിക്കുന്നത്. അവർ ഇപ്പോൾ ആശാവർക്കർമാർ മാത്രമല്ല, അങ്കണവാടി ജീവനക്കാർക്കും ഒക്കെ 1000 രൂപ കൂട്ടിയിട്ടുണ്ട്. അതാണ് ഈ പറയത്തില്ല ഒരു കാര്യം. ഇനി നികുതിയേതര വരുമാനം കൂടിയത് കൊണ്ട്, ഈ കേന്ദ്ര സർക്കാർ ഞെരിക്കുന്നത് കൊണ്ട്, നികുതിയേതര വരുമാനം കൊണ്ടാണ് നമ്മൾ കുറേയൊക്കെ നടപ്പാക്കിയെന്ന് പറയുന്നു. പക്ഷേ ഈ ബജറ്റിൽ അത് പറയുന്നില്ല എങ്കിലും സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറയുന്നു 144 കോടിയുടെ വർധനയാണ് ഈ പറഞ്ഞ നികുതിയേതര വരുമാനത്തിനുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ നികുതിയേതര വരുമാനത്തിലെ വർധന ഉപയോഗിച്ചുള്ള പ്രഖ്യാപനങ്ങളാണോ ഈ വന്നിട്ടുള്ളത്? അല്ല.
അപ്പോൾ അതങ്ങനെ കാണാൻ കഴിയില്ല. ഇനി എങ്ങനെയാണ്? കേന്ദ്രത്തിൽ നിന്നുള്ള പ്രതീക്ഷയും വലിയ കണക്കായി വെക്കുന്നുണ്ട്. 35,000 കോടിയാണ് കിട്ടുമെന്ന പ്രതീക്ഷയായിട്ട് വെക്കുന്നത്. അടുത്ത വർഷമാകുമ്പോഴേക്കും അത് 68,000 കോടിയാകും എന്നുള്ള പ്രതീക്ഷയും വെക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത്? അപ്രായോഗികമായ പ്രതീക്ഷയാണെന്നേ. ഈ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അർഹമായത് തരാതിരിക്കുകയും അതിന്റെ പകുതി പോലും തരാതിരിക്കുകയും ചെയ്യുന്ന കേന്ദ്രത്തിൽ നിന്നും കിട്ടുമെന്ന പ്രതീക്ഷ കോടികളുടെ ഇത് വയ്ക്കുന്നു. അതിലും ഇരട്ടിയിലും ഇരട്ടിയിൽ തുക അടുത്ത വർഷം കിട്ടുമെന്ന പ്രതീക്ഷയും വയ്ക്കുന്നു. അപ്പോൾ ഈ പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണോ ഈ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന 68,000 കോടി അല്ലെങ്കിൽ 34,000 കോടി എന്ന കണക്ക് വെച്ചാണോ ഈ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ എന്ന ചോദ്യം വരും. അപ്പോൾ കേന്ദ്രം നമ്മളെ പിഴിയുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഗ്രാന്റുകളുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളും ചില പരിമിതികളുണ്ട്. ഇപ്പോൾ കേന്ദ്ര ബജറ്റ് വരാനിരിക്കുന്നേ ഉള്ളൂ. അതിനനുസരിച്ച് ചില കൂട്ടലും കുറയ്ക്കലും ഒക്കെ ഇനി വരാനിരിക്കുന്നു. അത് ചെയ്യേണ്ടി വരും. പക്ഷേ ഇതുവരെയുള്ള പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലകളെയും തൊട്ടുപോയിക്കൊണ്ട് വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായി ക്ഷേമ പെൻഷൻ 400 രൂപ കൂട്ടിയപ്പോൾ അത് വലിയ തോതിൽ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ടാണോ ഇനി അത് അങ്ങനെയല്ല സംഭവിച്ചതുകൊണ്ടാണോ അതിൽ തൊടേണ്ടതില്ല, ബാക്കി എല്ലാ മേഖലകളിലും തൊട്ടുപോകാമെന്നൊരു തീരുമാനമെടുത്തു എന്നൊരു സംശയം അവിടെ നിൽക്കുന്നു. അതിലപ്പുറം ഈ പ്രസംഗം തുടങ്ങുമ്പോൾ തന്നെ ഒരു രാഷ്ട്രീയ പ്രസംഗം എന്ന രീതിയിൽ തുടങ്ങുന്നു എന്നതും ഇതിൻ്റെ ഒരു ഇതുവരെ കാണാത്തൊരു ചിത്രമായി കണ്ടു. ഒരു രാഷ്ട്രീയ പ്രതികരണം. ആ പ്രതികരണം എന്ന് പറയുമ്പോൾ ഇവിടെ ചൂടേറിയ വാഗ്വാദമായി നിൽക്കുന്ന ഒരു വിഷയം എടുത്തിട്ടുകൊണ്ടാണ് ധനമന്ത്രി തുടങ്ങിയത്. പിന്നെ അതിൽ നിന്ന് വിട്ടുപോയെങ്കിലും ഇടയ്ക്കിടയ്ക്ക് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയം പറയാറുണ്ട്. എല്ലാ ബജറ്റിലും ചിലപ്പോൾ രാഷ്ട്രീയം, അതായത് ഞങ്ങളുടെ സമീപനം ഇത് എന്ന രൂപത്തിൽ പറയാറുണ്ട്. പക്ഷേ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പോർവിളിയായി തുടരുന്ന ഒരു രാഷ്ട്രീയ വാചകങ്ങൾ എടുത്തിട്ടുകൊണ്ട് ബജറ്റ് തുടങ്ങുമ്പോൾ അത്ഭുതം തോന്നി എന്നുള്ളതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ബജറ്റാണ്. ഈ 3 മാസങ്ങൾക്കിടയിൽ പ്രയോഗിക്കാനുള്ളതല്ല. ഇനി ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ അടുത്ത തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ തന്നെ ജയിച്ചു വരും എന്നത് കണക്കാക്കി അടുത്ത 5 വർഷത്തേക്ക് കൂടിയുള്ള പദ്ധതി വെച്ചുകൊണ്ടുള്ള പ്രഖ്യാപനമാണെന്ന രൂപത്തിൽ കാണുകയാണെങ്കിൽ ഓക്കെ, ആ ആത്മവിശ്വാസം ഓക്കെ. പക്ഷേ പ്രായോഗികമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇതൊരു പ്രായോഗിക ബജറ്റാണോ എന്നുള്ളതാണ് ചോദ്യം. ഞാനൊന്ന് പിയാസുനിലേക്ക് കൂടി പോയിട്ട് വരാം. പിയാസുനിൽ ഡൽഹിയിലുണ്ട്. പിയാസുനിൽ, ഇനി യൂണിയൻ ബഡ്ജറ്റ് വരാനിരിക്കുന്നു. യൂണിയൻ ബഡ്ജറ്റിൻ്റെ തൊട്ട് മുന്നോടിയായിട്ടുള്ള സാമ്പത്തിക അവലോകന റിപ്പോർട്ട് വന്നു. അതിൽ കേരളത്തെ പ്രശംസിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ കൗതുകകരമായ കാര്യം. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ കേരളം മാതൃകയാണ് എന്നാണ് കേന്ദ്രം ഇന്ന് പുറത്തിറക്കിയ റിവ്യൂ റിപ്പോർട്ടിൽ പറയുന്നത്. എങ്ങനെയാണ് ഈ സാമ്പത്തിക ബജറ്റിനെ, നമ്മുടെ KN ബാലഗോപാലിൻ്റെ ബജറ്റിനെ കാണുന്നത്? പ്രായോഗികമായ ബജറ്റാണോ? ഉറപ്പായും പ്രായോഗികമായ ബജറ്റാണ്. കാരണം ഇതിൽ പ്രായോഗികമല്ലാത്തത് എന്താണുള്ളത്? കാരണം അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റ് മുന്നോട്ട് വയ്ക്കുമ്പോൾ ഞാൻ ആ ബജറ്റിനെ കാണുന്നത് ഇതിൻ്റെ ഒരു ആശയത്തെയാണ്. കാരണം ഇതൊരു തൊഴിലാളി സൗഹൃദ ബജറ്റാണ്. നോക്കൂ, ഈ ബജറ്റിൽ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതാണ്ട് എല്ലാ വിഭാഗത്തെയും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചേർത്ത് പിടിക്കണ്ടേ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അപ്പം അത് ആശാ വർക്കർമാരുടെ കാര്യമായിക്കോട്ടെ, അംഗനവാടി തൊഴിലാളികളുടെ കാര്യമായിക്കോട്ടെ, ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഇൻഷുറൻസിൻ്റെ കാര്യമായിക്കോട്ടെ, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഏറ്റവും ശ്രദ്ധിച്ചത്, ഈ റോഡ് അപകടങ്ങളിൽ പെടുന്ന ആളുകൾക്ക് ആദ്യത്തെ 5 ദിവസം സൗജന്യ ചികിത്സ എന്നാണ്. എല്ലാ സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെടുന്ന സ്വകാര്യ ആശുപത്രിയിലും ആദ്യത്തെ 5 ദിവസം 2-3 ദിവസമാണ് അത്തരം കേസുകളിലൊക്കെ ക്രിട്ടിക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഒരുപാട് പണച്ചെലവുണ്ടാകുന്നൊരു ദിവസങ്ങൾ. അപ്പോൾ ആ ദിവസത്തെ ചെലവ് സർക്കാർ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നോക്കിയാൽ സാധാരണക്കാരെ ചേർത്ത് പിടിക്കാനും തൊഴിലാളികളെ, കർഷകരെ, അടിസ്ഥാന വർഗത്തെ ചേർത്ത് പിടിക്കാനും ശ്രമിച്ച ഒരു ബജറ്റാണ് എന്ന് ഞാൻ പറയും. നോക്കൂ, ഈ ബജറ്റുകൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു തുടർച്ചയാണ്. സ്വാഭാവികമായും ഇന്ന് VD സതീശൻ പറഞ്ഞതുപോലെ ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണ് എന്നാണ് VD സതീശൻ പറഞ്ഞത്. തീർച്ചയായും ഒരു സർക്കാരിന്റെ ബജറ്റ് എന്ന് പറയുന്നത് ആ സർക്കാരിന്റെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ആ സർക്കാരിന്റെ നയപരമായ കാര്യത്തിൽ ആ സർക്കാർ എടുക്കുന്ന ഒരു രാഷ്ട്രീയ തീരുമാനം തന്നെയാണ് ഓരോ ബജറ്റും എന്ന് പറയുന്നത്. ആ ബജറ്റ് ഒരു തുടർച്ചയാണ്. അപ്പോൾ ഇവിടെ ഈ സർക്കാർ, ഇപ്പോൾ LDF സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന, ഇന്ന് KN ബാലഗോപാൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ബജറ്റിലെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി ഇനിയിപ്പോൾ ആരധികാരത്തിൽ വന്നാലും അവഗണിക്കാൻ പറ്റില്ല. നോക്കൂ, നമുക്കറിയാലോ, 2ാം UPA സർക്കാരിൻ്റെ കാലത്ത് നമ്മുടെ നാട്ടിൽ ഡീസലിന് സബ്സിഡി ഉണ്ടായിരുന്നു, പെട്രോളിന് സബ്സിഡി ഉണ്ടായിരുന്നു, പാചകവാതകത്തിന് സബ്സിഡി ഉണ്ടായിരുന്നു. 2ാം UPA സർക്കാരിൻ്റെ കാലത്ത് ആദ്യം ഡീസൽ സബ്സിഡി എടുത്തു കളഞ്ഞു. ഡീസൽ സബ്സിഡി എടുത്തു കളഞ്ഞപ്പോഴാണ് പിന്നീട് മാർക്കറ്റ് റേറ്റിനനുസരിച്ച് നമ്മൾ പെട്രോളിൻ്റെ സബ്സിഡി എടുത്തു കളഞ്ഞു 2ാം UPA സർക്കാർ. അതോടുകൂടിയാണ് നമ്മൾ മാർക്കറ്റ് വിലയ്ക്കനുസരിച്ച് പെട്രോളിന് പണം കൊടുത്ത് വാങ്ങേണ്ടി വന്നത്. ഇന്ന് സബ്സിഡി ഇല്ല, ഇന്ന് എണ്ണ കമ്പനികൾക്ക് ഇഷ്ടം പോലെ വില കൂട്ടുന്നു.
അന്ന് ഈ തീരുമാനത്തെ ഏറ്റവും അധികം വിമർശിച്ച പാർട്ടിയായിരുന്നു BJP. അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി 50 രൂപയ്ക്ക് ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ, കേന്ദ്രത്തിൽ BJP അധികാരത്തിലെത്തിയാൽ പെട്രോൾ വിൽക്കും എന്നൊക്കെ അവകാശപ്പെട്ട നരേന്ദ്രമോദി അധികാരത്തിലെത്തിയപ്പോൾ പെട്രോളിന്റെ സബ്സിഡി എടുത്തു കളഞ്ഞതുപോലെ ഡീസലിന്റെ സബ്സിഡിയും എടുത്തു കളഞ്ഞു, പാചകവാതകത്തിന്റെ സബ്സിഡിയും എടുത്തു കളഞ്ഞു. അപ്പോൾ ഇതാണ് ഈ ഒരു തുടർച്ച എന്ന് പറയുന്നത്. ഏതായാലും ആ അപകടം ഇപ്പോൾ KN ബാലഗോപാൽ അവതരിപ്പിച്ച ഈ ബജറ്റിൽ ഇല്ല എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ആശാ വർക്കർമാരവരെയൊക്കെ ഈ ഓണററിയമായാലും അല്ലെങ്കിൽ മാസ കിട്ടുന്ന ശമ്പളമായാലും സ്റ്റൈപ്പൻഡ് ആയാലും എല്ലാം കൂട്ടിയിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ച മറ്റൊരു കാര്യം ഈ ക്ഷേമ പെൻഷന് 14,500 കോടി രൂപ ഈ ബജറ്റിൽ നീക്കിവെച്ചു എന്നതാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 48,383 കോടി രൂപയാണ് ക്ഷേമ പെൻഷനായി ചെലവിട്ടത്. ഉമ്മൻചാണ്ടി സർക്കാർ കാലാവധി പൂർത്തിയാക്കുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 10,700 കോടി രൂപയാണ് ക്ഷേമ പെൻഷനായി വിനിയോഗിച്ചത്. സർക്കാർ കാലാവധി പൂർത്തിയാക്കി പോയപ്പോൾ കുടിശ്ശിക ഇനത്തിൽ നൽകാനുണ്ടായിരുന്നത് 30,089 കോടി രൂപയാണ്. അതടക്കം ഒന്നാം പിണറായി സർക്കാർ 48,383 കോടി രൂപ ക്ഷേമ പെൻഷനായി ചെലവിട്ടു. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലം കൂടി ചേർത്ത് ഏതാണ്ട് 2 ടേമുകളിലായിട്ട് 90,000 കോടി രൂപയാണ് ക്ഷേമ പെൻഷനായിട്ട് വിനിയോഗിച്ചത്. അപ്പോൾ 14,500 കോടി രൂപ നീക്കിവെച്ചു എന്ന് പറയുമ്പോൾ അടുത്ത 5 വർഷത്തെ ഈ 14,500 കോടി രൂപ ചേർത്ത് വെച്ചാൽ ഏതാണ്ട് 72,000 കോടി രൂപയായി. അപ്പോൾ ആ അർത്ഥത്തിൽ ക്ഷേമ പെൻഷൻ നൽകുന്ന കാര്യത്തിലായാലും ഈ 10,700 കോടി രൂപ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെയും 90,000 കോടി രൂപ പിണറായി സർക്കാരിൻ്റെ കാലത്തെയും ചേർത്ത് വെച്ച് നമ്മൾ നോക്കണം. അപ്പോൾ ആ അർത്ഥത്തിൽ സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ, സാമൂഹ്യക്ഷേമ ഉത്തരവാദിത്വത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ഒരു 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 വലിയ റെസ്പോൺസിബിലിറ്റി കാണിച്ച ഒരു ബജറ്റാണ് എന്ന് ഞാനിതിന് പറയും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കണക്കാക്കേണ്ടത്, ഇപ്പോൾ ഇന്ന് ധനമന്ത്രിയൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സാമ്പത്തിക ഞെരുക്കം എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം കൂടി എന്നതാണ്. നമ്മൾ നേരത്തെയൊക്കെ ആണെങ്കിൽ 10ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം മൊത്തം നികുതിയിലെ ഏതാണ്ട് 3.88% കേരളത്തിന് നികുതി വിഹിതമായി കിട്ടിക്കൊണ്ടിരുന്നത്. അത് വെച്ച് കണക്കാക്കിയാൽ ഏതാണ്ട് 55,200 കോടി രൂപ പ്രതിവർഷം കേരളത്തിന് നികുതി വരുമാനമായി കേന്ദ്രം നൽകണം. അതേസമയം 19ാം ധനകാര്യ കമ്മീഷൻ ഇത് 1.92% കുറച്ചു. ഇതോടെ കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിന് കിട്ടിയിട്ടുള്ള നികുതി വരുമാനം, അതായത് ഈ നടപ്പ് സാമ്പത്തിക വർഷം കേരളത്തിന് കിട്ടിയിട്ടുള്ള നികുതി വരുമാനം എന്ന് പറയുന്നത് 28,500 കോടി രൂപയാണ്. അവിടെ നിന്നാണ് 1,37,082 കോടി രൂപ കേരളത്തിന്റെ റവന്യൂ വരുമാനമായി ഈ ബജറ്റ് കണക്കാക്കുന്നത്. ഏതാണ്ട് 1,02,811 കോടി രൂപ കേരളത്തിന്റെ തനത് വരുമാനമായി കേരളത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ്. അതുകൊണ്ട് തനത് വരുമാനം കൂടിയിട്ടില്ല എന്നുള്ള ഒരു പരാതിയും ആരോപണവും ഒന്നും ശരിയല്ല. ഇപ്പോൾ ഈ ബജറ്റ് പ്രസംഗത്തിൽ തന്നെ പരിശോധിച്ചാൽ അതായത് ഏതാണ്ട് പ്രതിവർഷം ഏതാണ്ട് അടുത്ത സാമ്പത്തിക വർഷം ഏതാണ്ട് 83,000-ലധികം കോടി രൂപ തനത് വരുമാനത്തിലൂടെ സമാഹരിക്കാനാകും എന്നാണ് ഈ ബജറ്റ് പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് 70,000 കോടി രൂപയിലധികം ഓരോ വർഷവും തനത് വരുമാനം കേരളത്തിനുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് നികുതിയിലൂടെയൊക്കെ. അപ്പോൾ ആ നിലയിൽ കേരളം മുന്നോട്ട് പോകുന്നുണ്ട്. ആ നിലയിൽ കേരളത്തെ വിലയിരുത്തുമ്പോൾ ഇതൊരു മോഹ ബജറ്റൊന്നുമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതൊരു പ്രായോഗിക ബജറ്റ് തന്നെയാണ്. അപ്പോൾ വലിയ പ്രതിസന്ധികൾക്കിടയിൽ നിന്നുകൊണ്ട് ഇത്രയ്ക്ക് ഈ രീതിയിൽ ഒരു പ്രായോഗിക ബജറ്റ് നടപ്പാക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബജറ്റ് നടപ്പാക്കുക എന്നത് വലിയ കാര്യം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും കേന്ദ്ര സർക്കാരിൻ്റെ നമുക്കറിയാലോ സാമ്പത്തികമായുള്ള ഞെരുക്കവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. അത് ഇപ്പോൾ ഈ ബജറ്റിൻ്റെ തൊട്ട് മുൻപാണ് 5,000 കോടിയിലധികം രൂപ കേരളത്തിൻ്റെ ഈ വായ്പാ പരിധി വെട്ടിക്കുറച്ച സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായത്. അപ്പോൾ നമുക്ക് ഈ GST വരുമാനം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ 33,000 കോടി രൂപയാണ്. അതേസമയം നേരത്തെ ഈ വാറ്റ് ഉണ്ടായിരുന്ന സമയത്ത് ഏതാണ്ട് ഓരോ വർഷവും 14% കൂടണം. അത് വെച്ച് കണക്കാക്കുമ്പോൾ കേരളത്തിന് ഏതാണ്ട് 60,000-65,000 കോടി രൂപ വരുമാനം ഉണ്ടാകേണ്ടിടത്താണ് ആകെ GSTയിലൂടെ 33,000 കോടി രൂപയുടെ വരുമാനം ഉണ്ടാകുന്നത്. അപ്പോൾ അത്രയ്ക്ക് പ്രതിസന്ധിയാണ് കേരളം നേരിടുന്നത്. പക്ഷെ അപ്പോഴും കേരളത്തിൻ്റെതായ വരുമാനം വർദ്ധിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ബജറ്റ് നടപ്പാക്കാൻ കേരളത്തിന് വലിയൊരു പ്രയാസമുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ,
പ്രായോഗിക ബജറ്റോ എന്നുള്ളതാണ് ചോദ്യം. ജിമ്മി, കണക്കുകൾ നോക്കുന്ന സമയത്ത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കണക്കുകൾ പറയുന്നു. ഇപ്പോൾ പെർ ക്യാപിറ്റ GDP കാര്യത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്, GSDP കാര്യത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്, 6.15% വർധനവ്. പെർ ക്യാപിറ്റ GSDP കാര്യത്തിൽ 5.67%, 1.90 ലക്ഷമാണ്. കണക്കുകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ചോദ്യം ഇതാണ്, പ്രായോഗിക ബജറ്റാണ്. ഞാൻ ഈ ബജറ്റിൻ്റെ സാങ്കത്യത്തെക്കുറിച്ചാണ് ആദ്യം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ബജറ്റ് 2 മാസം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സംസ്ഥാനമാണ്. പുതിയൊരു സർക്കാർ വന്നിട്ടാണ് അടുത്ത ഈ 10 മാസത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു സർക്കാർ, ഈ പുറത്തു പോകുന്ന ഒരു സർക്കാർ എങ്ങനെയാണ് പുതിയ സർക്കാരിന് വേണ്ടി ഒരു ബജറ്റ് അവതരിപ്പിക്കുക? നമ്മുടെ നാട്ടിൽ വോട്ട് ഓൺ അക്കൗണ്ടാണ് ഇതുവരെയുള്ള ഒരുപാട് കാലത്തെ രീതി. അത് ഒരു മര്യാദയാണ്. കാരണം അടുത്ത സർക്കാരാണ് തീരുമാനിക്കേണ്ടത് അടുത്ത 10 മാസത്തേക്കുള്ളത്. അങ്ങനെ ഇരിക്കെ ഈ പരിപാടി എന്ന് തുടങ്ങിയതാണ്? ഇതിൻ്റെ ശരിക്കും 2021 TM തോമസ് ഐസക്കാണ് പോകുന്ന പോക്കിൽ ഒരു സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഒരു തുടക്കം കുറിച്ച് വെച്ചത്. അന്ന് വളരെ വലിയ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. 2016 ഇതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയാണ് അന്ന് ബജറ്റ് അവതരിപ്പിക്കുന്നത്. അന്ന് വോട്ട് ഓൺ അക്കൗണ്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. പക്ഷേ അദ്ദേഹം എന്താ ചെയ്യുന്നറിയോ? പദ്ധതികൾ വാരിക്കോരി പ്രഖ്യാപിച്ചു. 2 മാസത്തേക്കേ ഉള്ളൂ, പക്ഷേ ഇത്ര കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് വെറും തള്ളായിരുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ ചെറുതായിട്ട് തുടങ്ങി വെച്ചു. TM തോമസ് ഐസക്ക് ഒരു സമ്പൂർണ്ണ ബജറ്റ് 2021 പറയുകയാണ്. ഏതാ ഇനി വരാൻ പോകുന്ന സർക്കാരിന് വേണ്ടി. എന്നിട്ട് ഈ പുതിയ സർക്കാർ വന്നപ്പോഴോ വീണ്ടും ഒരു ബജറ്റ് അവതരിപ്പിച്ചു. അങ്ങനെയാണ് KN ബാലഗോപാൽ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ LDF ഗവൺമെൻറ്റിൻ്റെ തന്നെ 2 സർക്കാരുകൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരു ബജറ്റും അതിനുശേഷം ഭരണത്തിൽ വന്നതിന് ശേഷം വേറൊരു ബജറ്റും അവതരിപ്പിച്ചൊരു ചരിത്രം നമുക്കുണ്ട്. അപ്പോൾ ഈ ബജറ്റിന് യാതൊരു സാങ്കത്യവും ഇല്ല എന്നുള്ളതിന്, അതിനൊരു പ്രസക്തി ഇല്ല എന്നുള്ളതിന് നമുക്ക് മുമ്പിലൊരു പ്രിസിഡൻസ് ഉണ്ട്. അങ്ങനെ കഴിഞ്ഞ തവണ TM തോമസ് ഐസക്ക് അവസാന ബജറ്റ് അവതരിപ്പിക്കുമ്പോഴാണ് അതിനകത്ത് കോവിഡിൽ നട്ടം തിരിയുന്ന സംസ്ഥാന ജീവനക്കാർക്ക് വേണ്ടിയിട്ട് ശമ്പള വർധനവ് പ്രഖ്യാപിക്കുന്നത്. 25,000 കോടിയുടെ ബാധ്യതയാണ് ആ ശമ്പള വർധനവിനുണ്ടായത്. ബാക്കിയിലെ എല്ലാവരും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, സർക്കാർ ജീവനക്കാർ ആവശ്യപ്പെടുക പോലും ചെയ്യാതിരിക്കുന്ന സമയത്താണ് അന്ന് ശമ്പള വർധനവിൻ്റെ പ്രഖ്യാപനം ഉണ്ടായത്. അതിനുശേഷം എന്താ സംഭവിച്ചത്? തോമസ് ഐസക്ക് തന്നെ ബാലഗോപാൽ തന്നെ പറയുന്നതനുസരിച്ച് 2 വർഷം എടുത്തു പക്ഷേ നമ്മളെല്ലാം ആ ബാധ്യതകളെല്ലാം കൊടുത്തു തീർത്തു. പക്ഷേ DAയുടെ അധിക കുടിശ്ശിക ഉണ്ടായത് അവിടെ നിന്നാണ്. 6 DA കുടിശ്ശികളുണ്ടായി. ഇപ്പോഴും അതിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനായിട്ട് ഈ അവസാന ബജറ്റിൽ അദ്ദേഹം പറഞ്ഞു ഞങ്ങളിത് കൊടുത്തു തീർക്കും. ഈ ഏറ്റവും അവസാനത്തെ കുടിശ്ശിക മാർച്ചിൽ കൊടുത്തു തീർക്കും, ബാക്കിയുള്ളതും അധികം താമസിയാതെ കൊടുത്തു തീർക്കും. ഇത് 2021 തെരഞ്ഞെടുപ്പിന് മുമ്പ് കോവിഡിൽ നട്ടം തിരിയുമ്പോൾ ഒരാളും ആവശ്യപ്പെടാതെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രഖ്യാപിച്ച ശമ്പള വർധനവിൻ്റെ പേരിലാണ് ഉണ്ടായത്. ഇനി ഈ സംഭവത്തിൽ ഈ ബജറ്റിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ, തെരഞ്ഞെടുപ്പിന് വേണ്ടി നടത്തുന്ന ഒരു ബജറ്റാണോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന് വേണ്ടി കൊടുക്കുന്ന ബജറ്റാണ്. അതിൽ യാതൊരു സംശയവുമില്ല. എല്ലാ സർക്കാരുകളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഭാവനാസമ്പൂർണ്ണമായ പല നിർദ്ദേശങ്ങളുമുണ്ട്. ജനങ്ങളുടെ കൈയടി കിട്ടുന്ന പദ്ധതികളുണ്ട്. അതൊന്നും മോശമാണെന്ന് ഞാൻ പറയില്ല. ഒരൊറ്റ ഉദാഹരണം പറയാം. റോഡ് അപകടത്തിൽ പോകുന്ന ആളുകൾക്ക് 5 ദിവസത്തേക്ക് ചികിത്സ, അത് കേൾക്കുമ്പോൾ തന്നെ നല്ല രസമാണ്. പക്ഷേ 15 കോടി രൂപയെ മാറ്റി വെച്ചിട്ടുള്ളൂ. ഞാനന്ന് ധനമന്ത്രിയോട് ചോദിച്ചു, ഈ 15 കോടി മതിയോ? ഒരു 20-25 കോടി മതി ഇത് നടപ്പിലാക്കാൻ. അത്രയേ ഉള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം ബാക്കിയെല്ലാം ഇൻഷുറൻസിൽ പോകും. അതുപോലെ തന്നെ ഡിഗ്രി തലം വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കുന്നു, നല്ല കാര്യം. സ്കൂൾ കുട്ടികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് കൊണ്ടിരുന്നു, നല്ല കാര്യം. ഗിഗ് വർക്കേഴ്സിന്, സൊമാറ്റോ സ്വിഗ്ഗിയൊക്കെ വേണ്ടി ഓടുന്ന ആളുകൾക്ക് വിശ്രമ കേന്ദ്രം, അതും വളരെ നല്ല കാര്യം. നമ്മുടെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് വേണ്ടി, നമ്മുടെ ദേശീയപാതയ്ക്ക് വേണ്ടി ഒരുപാട് കോടികൾ മാറ്റിവെക്കുന്നു. ഇതെല്ലാം വളരെ നല്ല കാര്യം തന്നെയാണ്. എൻ്റെ ആകെയുള്ള പ്രശ്നം, അടുത്ത സർക്കാർ വരുമ്പോൾ പുതിയ ബജറ്റ് അവതരിപ്പിക്കുമെന്ന് നിങ്ങൾ തന്നെ തെളിയിച്ച ഒരു പ്രീസിഡൻസ് കടക്കുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ വീണ്ടും ഇത് തന്നെ ചെയ്യാൻ പോകുന്നത്? അതിൻ്റെ ഉദ്ദേശം എന്താ? ഇനി ഈ ബജറ്റിൻ്റെ സാങ്കേതികത്വത്തിലേക്ക് വന്നാലോ, എന്താണ് ഇതിൻ്റെ ബജറ്റിൽ 2 ഭാഗങ്ങളുണ്ട്. ഇനി നടക്കാൻ പോകുന്ന കാര്യവും കഴിഞ്ഞ ബജറ്റിൽ എന്തൊക്കെ നടപ്പിലായി എന്നുള്ളതിനെക്കുറിച്ചും പറയുന്നത്. 38% ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തെ ബജറ്റിൻ്റെ വിനിയോഗമെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ധനമന്ത്രിക്ക് അതിന് മറുപടിയുണ്ട്, അത് ശരിയല്ല, 38 എത്രയാണ് അതിപ്പോൾ പറയാനാവില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 50% ആയിട്ട് വെട്ടിക്കുറയ്ക്കേണ്ടി വന്നതോ അത് കേന്ദ്ര സർക്കാരിൻ്റെ നിന്നുള്ള വലിയ ഞെരുക്കങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ഇപ്പോഴത്തെ 38% എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണം അവിടെ നിൽക്കുകയാണ്. അത് എത്രയൊന്നും ധനമന്ത്രി പറയുന്നില്ല, അത് അവസാനം തെളിയുകയുള്ളൂ എന്ന് പറയുന്നു. ആയിക്കോട്ടെ. പക്ഷേ ഈ പുതിയ ബജറ്റിൽ ഇപ്പോൾ കണക്കുകൾ വരുമ്പോൾ 1,98,000 കോടിയുടെ ബജറ്റ് ഔട്ട്ലേ ആയിരുന്നു കഴിഞ്ഞ ബജറ്റിൻ്റേത്. അത് 1,92,000 ചിലവാക്കിയുള്ളൂ. ബജറ്റ് ഔട്ട്ലേ അത്രേ വന്നുള്ളൂ. മറ്റ് പല പ്രശ്നങ്ങളുണ്ടാകാം. ഇത്തവണത്തെ ഈ പുതിയ ബജറ്റിൻ്റെ ബജറ്റ് ഔട്ട്ലേ 2,40,000 കോടി രൂപയാണ്. 50,000 കോടി രൂപ കൂടുതലുള്ള ആദ്യമായി കേരള ചരിത്രത്തിൽ ബജറ്റ് 2 ലക്ഷം കോടി കടന്ന ബജറ്റാണ്.
50,000 കോടി രൂപ കൂടുതലാണ്. ഈ 50,000 കോടി രൂപയുടെ കൂടുതലിലേക്ക് വരുമ്പോൾ ഈ പണം എവിടുന്നാണ് വരുന്നത്? അത് തനത് ടാക്സ് ഫണ്ടാണെന്നൊക്കെ പറയും. അല്ല, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിൽ നിന്ന് സെൻട്രൽ ഗവൺമെൻറ് നമുക്ക് രണ്ട് രീതിയിലാണ്, സെൻട്രൽ ടാക്സും എയ്ഡുകളും, ഗ്രാൻറ്റും എയ്ഡുകളും. 36,000 കോടി രൂപ നമുക്ക് കിട്ടും എന്നാണ് ബജറ്റ് പറയുന്നത്. അതായത് 34,000 കോടിയായിരുന്നു നമുക്ക് ഈ കഴിഞ്ഞ ബജറ്റിൽ കിട്ടിയത്. അത് 68,000 കോടി രൂപയായി വർദ്ധിക്കുമെന്നാണ് ബജറ്റ് പറയുന്നത്. അതിൻ്റെ ബേസിലാണ് നമ്മുടെ ബജറ്റ് ഔട്ടിലെ 2,40,000 കോടിയിലേക്ക് ഉയർത്തിയിരിക്കുന്നത്. ഇതെങ്ങനെയാണ് പ്രായോഗികമാകുന്നത്? ഒരു കാര്യം ചോദിച്ചോട്ടെ ഇടയ്ക്ക്. ഈ 2011-2016 കാലത്ത് ഔട്ട്പ്ലേ ഉണ്ടായിരുന്ന 68,228 കോടിയാണ്. 68,028 കോടിയാണ്. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷേ 1,69,542 കോടി. 1,00,000 കോടി എവിടെ നിന്നായി? 1,00,000 കോടി അധികം വന്നേ? വരില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 68,000 കോടി ഉള്ളത് 1,68,000 കോടി മുടക്കി കഴിഞ്ഞു. അതാ പറഞ്ഞത്, കേട്ടില്ലേ? കേന്ദ്ര തരൂത അല്ല, ഞാൻ പറയാം, കൊണ്ടുവരാൻ കഴിവുള്ള പാർട്ടിയാണ്. ആൾ കൊണ്ടത് കാണിച്ചു തരല്ലേ? കുറയല്ലേ ചെയ്തത്? കേന്ദ്രത്തിൽ കുറയാണ് ചെയ്തത്. 1,40,040,000. അതെ, ഈ ബജറ്റിൽ പറയുന്നത് നിങ്ങളുടെ ബജറ്റ് ഔട്ടിലെ കൂടാതെ, ബജറ്റിൽ നിന്നുള്ള തനത് വരുമാനം കൂടാതെ കേന്ദ്ര സർക്കാരിൽ നിന്ന് 35,000 കോടി വരുമെന്നാണ് ബജറ്റിൽ എഴുതി. ഞാൻ പറഞ്ഞല്ല, ബജറ്റിൽ പറഞ്ഞില്ല. ഫിനാൻസ് കമ്മീഷന്റെ പുതിയ റെക്കമെൻഡേഷൻ പറയാം. അപ്പം ഞാൻ പറഞ്ഞതല്ല, പോയിന്റ് മനസ്സിലായില്ലേ? നിങ്ങൾ വേണമെങ്കിൽ 1,00,000 കോടിയോ 2,00,000 കോടിയോ തനത് വരുമാനത്തിൽ വരുന്ന എഴുതി വെച്ചോളൂ. പക്ഷേ എഴുതി വെച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ തരുമെന്നാണ്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ 36,000 കോടി രൂപ തരും എന്നാണ് പറയുന്നത് കേന്ദ്ര സർക്കാർ അധികമായി. ഏത് കേന്ദ്ര സർക്കാർ? ഒരു തരത്തിലും നമുക്ക് യാതൊരു തരത്തിലുള്ള സഹായവും തരാത്ത, നമ്മളെ വല്ലാതെ ഞെരുക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അടുത്ത വർഷമാകുമ്പോഴത്തേക്കും കേന്ദ്ര സർക്കാരിൻ്റെ മനം മാറും. എന്തുകൊണ്ടാണ് പറയുന്നത്? 16ാം ധനകാര്യ കമ്മീഷൻ, അരവിന്ദ് പാണിഗ്രയുടെ നേതൃത്വത്തിലുള്ള 16ാം ധനകാര്യ കമ്മീഷൻ നമുക്ക് അങ്ങനെ ഒരു അനുകൂലമായ സമീപനം എടുത്തേക്കാമെന്ന് പറയുന്നു. ഈ പ്രപ്പോസൽസ് എന്താ പുറത്തു വരുന്നത്? ഈ പ്രപ്പോസൽസ് കേന്ദ്ര ബജറ്റിൻ്റെ ഭാഗമായിട്ട് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് സൂചനകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സൂചനകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ 36,000 കോടി നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുമെന്ന് ഇപ്പോഴേ പറയുകയാണ്. സാധാരണഗതിയിൽ അല്ലെങ്കിൽ തന്നെ നാട്ടിൽ ബജറ്റുകൾ അവതരിപ്പിക്കുക, കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷമാണ് സംസ്ഥാനങ്ങൾ ബജറ്റ് അവതരിപ്പിക്കുക. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. എത്രയാണ് നമുക്ക് കിട്ടാൻ പോകുന്ന പണം, കേന്ദ്രത്തിൻ്റെ പോളിസി എന്താണ്, പോളിസി ചേഞ്ച് എന്താണ്, സംസ്ഥാനങ്ങൾ അതെങ്ങനെ ബാധിക്കും, ഇതെല്ലാം മനസ്സിലാകുന്ന ഡോക്യുമെൻ്റ് കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റാണ്. ആ ബജറ്റിന് ശേഷമാണ് സാധാരണ സംസ്ഥാനം അവതരിക്കും. പക്ഷേ ഇലക്ഷനാണ്, നമുക്കത് പറ്റുമെന്ന് വരില്ല. അതുകൊണ്ട് ചാടി കയറി ഇതിൻ്റെ ഒരു പ്രചരണവും മറ്റും കാര്യങ്ങളൊക്കെ പോകണം. അപ്പോൾ രണ്ട് രീതിയിലാണ് കേന്ദ്രം നമ്മളെ സഹായിക്കും. കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടി തരുമെന്ന് ഒരു വശത്ത് പറയുക, ഇപ്പുറത്ത് പറയുക കേന്ദ്രം നമ്മളെ സഹായിക്കുന്നേ ഇല്ല എന്ന് പറയുക. ധനമന്ത്രിയോടൊന്ന് ചോദിച്ച മറ്റൊരു ചോദ്യം, 2,500 രൂപയാകുന്ന ആക്കുമെന്ന് പറഞ്ഞാൽ ക്ഷേമ പെൻഷൻ ആക്കാൻ പറ്റുമോ? അത് കേന്ദ്രം സഹായിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് തരാൻ പറ്റില്ല. കേന്ദ്രം ഇപ്പോൾ തരുന്നതിൻ്റെ പകുതിയെങ്കിലും തന്നിരുന്നെങ്കിൽ നമ്മൾ ചെയ്തേനെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുതന്നെയാണ് റബ്ബറിൻ്റെ കാര്യത്തിലും പറയുന്നത്. അപ്പോൾ കേന്ദ്രം സഹായിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ സഹായിക്കുമെന്ന് പറഞ്ഞതോ? അത് സഹായിക്കും. ഇത് ഈ ലോജിക്ക് മനസ്സിലാകുന്നില്ല. ശരി, അല്ലെങ്കിൽ ദിവ്യദൃഷ്ടി കാണണം, കഴിഞ്ഞ തവണത്തെ കാര്യത്തിൽ എന്തെങ്കിലും പ്രത്യേക ഇൻഫർമേഷൻ കിട്ടിക്കാണണം. അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. പ്ലാൻ ഔട്ട്ലേയുടെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് ചുരുക്കിയതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. തനത് വരുമാനത്തെക്കുറിച്ച് പറയുമ്പോൾ 91,000 കോടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ തനത് സ്വന്തമായി ഉണ്ടാക്കിയ പണം. അത് ബജറ്റിൽ 91 ഇത് 83 യഥാർത്ഥ ഫിഗർ വരുന്നത്. ഞാനത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് GSTയിൽ ഉണ്ടായ നിരക്കുകളുടെ കുറവാണ്. നിരക്കുകളിൽ പ്രശ്നമുണ്ട്. നിരക്ക് മാറിയപ്പോൾ നമുക്കെല്ലാം വലിയ ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ അടുത്ത വർഷവും ഈ GSTയിലെ കുറവുണ്ടാവുമല്ലോ. അപ്പോൾ ബുദ്ധിമുട്ടാകുമോ? അത് അടുത്ത വർഷം നമ്മൾ കുറച്ചുകൂടെ കവർ ചെയ്യാൻ പോവുകയാണ്. ചുരുക്കത്തിൽ ബജറ്റ് ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ചെയ്യുന്നത് ശരിയായൊരു നടപടിയല്ല. അത് അടുത്ത തവണ ഞങ്ങൾ വീണ്ടും അവതരിപ്പിക്കുന്നത് നിങ്ങൾ തന്നെ തെളിയിച്ചിട്ടുണ്ട്. 2, ഒരു വളരെ വലിയ ബജറ്റിൻ്റെ പ്ലാൻ ഔട്ട്ലൈയിൽ വലിയ കുതിപ്പ് ഉണ്ടാക്കിയതിന് ശേഷം 36,000 കോടി രൂപ നമ്മളെ ഞെരുക്കുന്ന കേന്ദ്ര സർക്കാർ തരുമെന്ന് പറയുക. കണക്കുകൾ തമ്മിൽ ചേർന്ന് പോകുന്നില്ല എന്ന് മാത്രമല്ല, സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഇതായിരുന്ന ഈ ക്ഷേമ പെൻഷൻ 2,500 ആവുക, റബ്ബറിൻ്റേത് 250 രൂപയാവുക, ഈ പറഞ്ഞതെല്ലാം കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാത്തതുകൊണ്ട് തൽക്കാലം ആവില്ല എന്നാണ് ധനമന്ത്രി ഇന്ന് പറഞ്ഞു വെച്ചത്. കണക്കുകൾ തമ്മിൽ ചേരുന്നില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ പറയുന്നതിനകത്തൊരു പ്രായോഗിക പ്രശ്നം ഉണ്ട്. ഓക്കെ, എനിക്കൊരു സംശയമുള്ളത്, ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു പുതിയ സർക്കാർ ചുമതലയേറ്റാൽ ഒരു ബജറ്റ് അവതരിപ്പിക്കേണ്ടി വരില്ലേ? സ്വാഭാവികമല്ലേ? സാധാരണത്തിൽ അങ്ങനെ, അതുകൊണ്ടാണ് വിട്ടുകൊടുക്കുക. അല്ല, ഇപ്പൊ പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ചാലും ബജറ്റ് അവതരിപ്പിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. അത് ശരിയല്ലല്ലോ. അതെന്ത് ശരിയാവാത്ത?
അതിൽ നിന്ന് നയപരമോ രാഷ്ട്രീയമോ അതുമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാകുമ്പോഴല്ലേ ഉള്ളൂ വ്യത്യാസം ഉണ്ടാവുക. പിന്നെ അതായത് തോമസ് ഐസക്കിന്റെ ബഡ്ജറ്റിൽ നിന്ന് കാതലായ എന്തെങ്കിലും മാറ്റം കെ എൻ ബാലഗോപാലിന്റെ ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നു. എന്ത് ബഡ്ജറ്റ് പറഞ്ഞുതരാം. അതായത് എങ്ങനെയാണ് അതിൽ രാഷ്ട്രീയമായിട്ടും കണക്കുപരമായിട്ടും വ്യത്യാസം എങ്ങനെയാണ് ഏത് പോളിസിയാണ് ഇല്ലാതായത്? മൂന്ന് മേഖലയിൽ, ഹെൽത്ത് മേഖലയിലും അതുപോലെ തന്നെ ഏതാണ് റദ്ദാക്കിയതെന്ന് പറയണം. റദ്ദാക്കിയില്ല, കൂടുതൽ കൂട്ടുക ചെയ്ത്. പിന്നെ സ്വാഭാവികമല്ലേ അത്? എന്ത്? അതായത് അഡീഷണൽ അല്ലേ? അതായത് നിങ്ങൾ കൊണ്ടുവന്ന പദ്ധതികളിൽ പുതുതായിട്ട് വരുന്ന സർക്കാർ അതേ സർക്കാരാണെങ്കിൽ നേരത്തെ പ്രഖ്യാപിച്ചതൊന്ന് കുറവ് വരുമ്പോഴല്ലേ ഉള്ളൂ പ്രശ്നം. ആ പ്രശ്നമല്ല. ഇപ്പൊ എന്തിനാണ് പുതിയൊരു ബജറ്റ്? പുതിയ ബഡ്ജറ്റ് പുതിയ സർക്കാർ അവതരിപ്പിച്ചേ പറ്റൂ. അപ്പൊ പഴയ സർക്കാരോ? പഴയ സർക്കാരല്ലേ ഈ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടത്. എന്തിനാണ് വോട്ട് ഓൺ അക്കൗണ്ട് അതിന്റെ രീതി? അല്ല, അങ്ങനെയല്ല. നിർബന്ധമില്ല. വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ വോട്ട് ഓൺ അക്കൗണ്ടിന്റെ എന്താണ് സാങ്കേതികത്വം? വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ കാവൽ സർക്കാരായിട്ട് ഇരുന്നു കൊണ്ട് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യങ്ങളിലെ ചെലവുകൾ മാത്രം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് വോട്ട് ഓൺ അക്കൗണ്ടിന്റെ. പക്ഷേ ഈ സർക്കാർ പറയുന്നു അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് ഞങ്ങൾക്ക് ഇന്ന പദ്ധതികളുണ്ട്. അത് ഈ സർക്കാരിന്റെ അവകാശമാണ്. ആ സർക്കാർ എങ്ങനെയാണ് പ്രശ്നം വരുന്നത്? ഇനി ഈ സർക്കാർ അത് അടുത്ത വർഷം തുടരുമ്പോൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബജറ്റാണ് അവതരിപ്പിച്ചത്. നമ്മുടെ മുന്നിൽ അങ്ങനെ ഉദാഹരണം ഉണ്ടെങ്കിൽ ആ പറയുന്നതിൽ വസ്തുതയുള്ളൂ. ബജറ്റ് ഒരു സർക്കാരിന്റെ വിഷൻ ഡോക്യുമെന്റ് ആണ്. നിങ്ങൾക്ക് രണ്ട് വിഷൻ ഒരു കാലത്ത് പറ്റില്ല. രണ്ട് വിഷനില്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. രണ്ട് വിഷൻ ഉണ്ടായിരുന്നോ? അല്ല, തോമസ് ഐസക്കിന്റെ ബജറ്റും തോമസ് ഐസക്കിന്റെ എന്റെ രണ്ട് ബജറ്റിന്റെ ഞാൻ പറഞ്ഞുതരാം. തോമസ് ഐസക്കിന്റെ ബജറ്റും കേൾക്കൂ. തോമസ് ഐസക്കിന്റെ ബജറ്റും കെ എൻ ബാലഗോപാലിന്റെ ബജറ്റും റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒറ്റ വിഷനല്ലേ പങ്കുവച്ചിരുന്നത്? റീബിൽഡ് വിഷന്റെ ഡോക്യുമെന്റ് മാത്രമല്ല ഞാൻ കാണിച്ചു. അല്ല, അതിൽ വ്യത്യാസം പറഞ്ഞാൽ മതി. അതായത് തോമസ് ഐസക്ക് പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട സംഭവങ്ങൾ കെ എൻ ബാലഗോപാൽ റദ്ദാക്കിയത് പറഞ്ഞാൽ മതി. റദ്ദാക്കിയതല്ല, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ഞാൻ പറഞ്ഞുതരാം. അതായത് 3 കാര്യങ്ങളാണ് അതിൽ മാറ്റം ഉണ്ടായത്. ഒന്ന്, ആരോഗ്യ മേഖലയിൽ എന്ത് സംഭവിച്ചു? കോവിഡുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വേണമെന്ന് തീരുമാനിച്ചു. 2, ട്രാൻസ്പോർട്ടേഷനിൽ പുതിയ ഇൻവെസ്റ്റ്മെന്റ് തീരുമാനിച്ചു. ആദ്യമായിട്ടാണ് പ്ലാൻ ബജറ്റിന്റെ അവസാനം കണക്ക് വന്നപ്പോൾ പറയട്ടെ, ബജറ്റ് അവസാനം തീർന്നു വരുമ്പോൾ ഈ പറഞ്ഞ തുകയുടെ അലോക്കേഷനിൽ വളരെ വലിയ മാറ്റം ഉണ്ടായി. കൂടുകയാണ് കുറയാണ് 50%, 50-നും 60-നും അല്ല 50-നും 60-നും പറയട്ടെ 50-നും 60-നും ശതമാനത്തിനിടയ്ക്ക് മാത്രമാണ് ആ കണക്കെടുത്ത് നോക്കിയുള്ളൂ ആ വർഷത്തെ ബജറ്റ് ഔട്ട്ലൈൻ എപ്പോഴാന്ന് വെച്ചാൽ സർക്കാർ ഭരണത്തുടർച്ചയല്ലേ. അതാണ് ഇത് സംശയം. നിങ്ങളുടെ ബജറ്റിന്റെ ഒരു പൊളിറ്റിക്കൽ ലൈൻ, പൊളിറ്റിക്കൽ എക്കണോമി ഓഫ് ദ ബഡ്ജറ്റ് മാറുന്നുണ്ടോ? അത് രണ്ട് സർക്കാർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മാറും. പക്ഷേ രണ്ടാമത് വരുന്ന സർക്കാരിന് മുന്നിൽ ഇപ്പോൾ ഈ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന വാഗ്ദാനങ്ങൾ ജനങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ജനങ്ങൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പെൻഷൻ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റില്ല, ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ സ്കൂളിൽ കോളേജിലെ വിദ്യാഭ്യാസം നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമോ? ഇപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഡിഗ്രി വരെയുള്ള വിദ്യാഭ്യാസം ഏത് സർക്കാർ വന്നാലും മാറ്റാൻ പറ്റത്തില്ല. അതാണ് ഈ സർക്കാർ മാറ്റാൻ പറ്റില്ല. അതാണ് ഈ സർക്കാർ പോളിസി. മാറ്റണോ? ഉത്തരവാദിത്തം വേണം. അല്ല, ആ ഉത്തരവാദിത്തം ഒരു നിമിഷം. പുതിയ സർക്കാരിന്റെ പോളിസി നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഏത് സർക്കാർ ഭരിക്കുമ്പോൾ ഈ കേരളത്തിലെ ഈ ബിരുദതലം വരെയുള്ള വിദ്യാർത്ഥികളുടെ കോഴ്സ് സൗജന്യമാവണമെന്ന് ഈ സർക്കാർ തീരുമാനിക്കുന്നു. അത് ഈ സർക്കാരിന്റെ പോളിസിയാണ്. അടുത്ത സർക്കാർ വരുമ്പോൾ നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത്? പുതിയ സർക്കാർ ഡിഫറന്റ് ആയാൽ നിങ്ങൾ ആ സർക്കാരിന് വാദം പൊളിയെവിടാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആശാ വർക്കർമാർക്കാണോ തുക കൂടുതൽ കൊടുക്കേണ്ടത്? നിങ്ങളുടെ ആകെ 100 രൂപയുള്ളൂ. ആ 100 രൂപ എങ്ങനെ ചെലവാക്കുന്നതാണല്ലോ ബജറ്റ്. അതിനകത്ത് സർക്കാരിന് പോളിസി ഉണ്ട്. ആശാ വർക്കർമാർക്കാണ് ആദ്യം കൊടുക്കേണ്ടതെന്നും സ്കൂൾ വിദ്യാഭ്യാസക്കാർ അടുത്ത വർഷം എന്നാണെന്ന് വിചാരിക്കുക. നിങ്ങളിപ്പോൾ എന്തായാലും തിരിച്ചാണല്ലോ വിചാരിച്ചത്. 100 രൂപയിലെ 1000 രൂപയിലേ കൂട്ടിയുള്ളൂ. അത് ആ പുതിയ സർക്കാരിന് കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണ്. അത് പുതിയ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി ചില മേഖലയ്ക്ക് കൊടുക്കുന്നു, ചില മേഖലയ്ക്ക് കൊടുക്കുന്നില്ല. രാഷ്ട്രീയമായിരിക്കും. അത് കുളമാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ശരി, ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന സർക്കാരിന് ഈ വരുന്ന ഈ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പഠിക്കണം എന്നൊരു വിഷൻ ഉണ്ടെങ്കിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്നാണോ? അത് നിങ്ങളുടെ ഭരണകാലത്ത് ചെയ്യണം. ആര് പറഞ്ഞു ഇത് ഭരണകാലത്തിന്റെ ഭാഗമാണ് സാർ? വോട്ട് ഓൺ അക്കൗണ്ട് എന്തിനാ? വോട്ട് ഓൺ അക്കൗണ്ട് ആണോ ഇത്? വോട്ട് ഓൺ അക്കൗണ്ട് ആണെന്നുള്ളത് അല്ല, സാധാരണ തന്നെയാണ്. സർക്കാർ വോട്ട് ഓൺ അക്കൗണ്ട് ആണോ? അതെ. എന്തിനാ പ്രഖ്യാപനം വന്നത്? വോട്ട് ഓൺ അക്കൗണ്ട് ആയിരുന്നു. വോട്ട് ഓൺ അക്കൗണ്ട് ആണ്. എന്തിനാ പൂർണ്ണ ബഡ്ജറ്റല്ലേ അവതരിപ്പിച്ചത്? അല്ല, വോട്ട് ഓൺ അക്കൗണ്ടായിട്ട് അവതരിപ്പിച്ചിട്ട് എന്താ വാഗ്ദാനം കൊടുക്കുന്നതാണോ വോട്ട് ഓൺ അക്കൗണ്ട്? 2 മാസം വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എക്സ്പെൻഡിച്ചറിന് വേണ്ടി ഈ സഭയുടെ അംഗീകാരത്തിന് വേണ്ടി മാത്രം കൊടുക്കാന്ന് മാത്രം ഒരു പദ്ധതി അതിനകത്ത് പ്രഖ്യാപിക്കാൻ പറ്റില്ല.
അതാണോ ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചത്? 2 മാസത്തേക്കുള്ള ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചത്. അരുണെ കേക്ക് ഇത് ചുമ്മാ ഇത് തെറ്റിദ്ധരിപ്പിക്കല്ലേ, ചുമ്മാ ചിരിച്ചിട്ടും കാര്യമില്ല. 2 മാസം പറയൂ. 2 മാസത്തേക്കുള്ള പദ്ധതി പ്രഖ്യാപനം നടത്തിയത് അതുപോലും ശരിയല്ലെന്ന് എന്റെ അഭിപ്രായം. അല്ലല്ല, ഒരു നിങ്ങളുടെ പ്രശ്നം അറിയോ? ബജറ്റ് എന്ന് പറഞ്ഞാൽ പൂർണ്ണ ബജറ്റ് വേണമോ വോട്ട് ഓൺ അക്കൗണ്ട് വേണമോ എന്നുള്ളത് അതാത് കാലത്ത് സർക്കാരുകൾക്ക് തീരുമാനിക്കാം. എന്തുകൊണ്ടാണ് തോമസ് ഐസക് പൂർണ്ണ ബജറ്റ് പ്രഖ്യാപിച്ചത്? ആ കാലത്ത് കോവിഡിന് ശേഷം കേരളത്തെ കരകയറ്റുന്നതിന് കേരളത്തിൽ കൊടുക്കേണ്ട ഒരു കോൺഫിഡൻസ് ആയിരുന്നു ആ പുതിയ ബഡ്ജറ്റ്. ആ ബഡ്ജറ്റിന്റെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിച്ചു. അതിൽ നിന്ന് അതിൻ്റെ നയരാഷ്ട്രീയത്തിൽ നിന്ന്, രാഷ്ട്രീയ നയത്തിൽ നിന്ന് ഒരു പിടി മാറിയിട്ടില്ല കെ എൻ ബാലഗോപാലിൻ്റെ. അവിടെയാണ് ജിമ്മി പറഞ്ഞത് പൊളിഞ്ഞുപോയത്. ആ സർക്കാർ കെ എൻ ബാലഗോപാൽ കൊണ്ടുവന്ന ബജറ്റ് തോമസ് ഐസക് കൊണ്ടുവന്ന ബജറ്റിന് റദ്ദ് ചെയ്യുന്നതായിരുന്നെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയല്ല സംഭവിച്ചത്. നമ്മുടെ മുന്നിലുള്ള പ്രസിഡൻസ് അതാണ്. ആ പ്രസിഡൻസ് ആണ് ഒരു തുടർച്ചയ്ക്ക് വേണം. കേൾക്കൂ, അത് ഈ സർക്കാരിൻ്റെ രാഷ്ട്രീയ അവകാശമാണ്. ആ സർക്കാർ വിശ്വസിക്കുന്നു രാഷ്ട്രീയമായി ഞങ്ങൾ തുടരും. അതുകൊണ്ട് പ്രായോഗികമായത്, അതുകൊണ്ട് എന്താ അവരുടെ ടാഗ് ലൈൻ? ന്യൂ നോർമൽ. പറയുന്നതേ നടപ്പാക്കൂ, നടപ്പാക്കുന്നതേ പറയൂ എന്നുള്ളതായിരുന്നു. അതാണ് അതിന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ലൈൻ. ഇനി നമുക്ക് ഇടവേളയ്ക്ക് ഒറ്റ കാര്യം, അരുണിന്റെ വാദം പൊളിഞ്ഞു പോകുന്നത് ഒരു സർക്കാരിന്റെ പൊളിറ്റിക്കൽ ലൈൻ ഒരു ഇലക്ഷനിൽ ടെസ്റ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് യു ആർ നോട്ട് അലൗഡ് ടു ഡു ദാറ്റ്. അടുത്ത സർക്കാരിൻ്റെ പ്രെറഗേറ്റീവ് ആണത്. ബജറ്റ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇത് മാത്രമല്ല, 100 രൂപ അത് എങ്ങനെ ചിലവാക്കണം എന്നുള്ളത് അതാത് സർക്കാരിലാണ് തീരുമാനിക്കുന്നത്. അതാണ് ഇതിനകത്ത് ഏറ്റവും കൗതുകകരമായ കാര്യം. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ കണക്കുകൾ ഞാൻ ഇടവേളയ്ക്ക് ശേഷം പറയാം. ജിമ്മി പറഞ്ഞതിൽ ഓരോന്നിൻ്റെയും കണക്കുകൾ ഇടവേളയ്ക്ക് ശേഷം ഞാനും പറയാം. ഇതൊരു പ്രായോഗിക ബജറ്റാണോ എന്നുള്ളതാണ് ചോദ്യം. പ്രായോഗികമാക്കേണ്ട ബജറ്റ് തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ നിലപാട്. ബജറ്റിൽ രാഷ്ട്രീയം പറയാമോ എന്നുള്ളതാണ് ചോദ്യം. ബജറ്റിൽ അതൊരു രാഷ്ട്രീയ ഉൾക്കാഴ്ചയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഒരു സാമ്പത്തിക സ്റ്റേറ്റ്മെൻറ്റാണ് ബജറ്റ് എന്നുള്ളതാണ് എൻ്റെ നിഗമനം, എൻ്റെ കാഴ്ചപ്പാട്. ഏതു ബജറ്റിലും രാഷ്ട്രീയം പ്രതിഫലിക്കും, രാഷ്ട്രീയം പ്രതിഫലിച്ചിരിക്കണം. ഈ ബജറ്റിലും രാഷ്ട്രീയം പ്രതിഫലിച്ചിട്ടുണ്ട്. അത് ഇടതു രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലനം തന്നെയാണ്. നേരത്തെ പിയാസുൽ പറഞ്ഞതുപോലെ തൊഴിലാളി വർഗ്ഗങ്ങളെ മാത്രമല്ല, പകരം സമൂഹത്തെ എല്ലാ വിഭാഗത്തിലുള്ള മനുഷ്യരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ബജറ്റാണ് ഇക്കുറി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത്. ഇനി എന്നാൽ അതിന് ചില പ്രായോഗിക പരിമിതികളില്ലേ എന്ന ചോദ്യത്തിന് പരിമിതികളുണ്ട് എന്ന് തന്നെയാണ്. അതിൽ പരിമിതികൾ പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ജീവനക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശമ്പള പരിഷ്കരണമാണ്. ആ ശമ്പള പരിഷ്കരണം 3 മാസത്തിനുള്ളിൽ പ്രായോഗികമാണോ എന്ന ചോദ്യത്തിന് പ്രായോഗികമല്ല എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. കാരണം ഇനി ഒരു ശമ്പള കമ്മീഷൻ വരണം. ആ ശമ്പള പരിഷ്കരണ കമ്മീഷൻ 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. 3 മാസമാകുമ്പോഴേക്കും ഏപ്രിൽ മാസം, അതോടുകൂടി തിരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപന സമയത്ത് നിങ്ങൾ നടപ്പിലാക്കുന്ന ഒരു റിപ്പോർട്ടും അത് കൊണ്ടുവരുന്ന ഒരു റിപ്പോർട്ടും നടപ്പിലാക്കാൻ സാധിക്കില്ല. അത് സ്വാഭാവികമായും അടുത്ത സർക്കാരിൻ്റെ ബാധ്യതയായി മാറും. അടുത്ത സർക്കാരിന് വേണമെങ്കിൽ ഈ ശമ്പള പരിഷ്കരണ കമ്മീഷൻ വയ്ക്കാം, വയ്ക്കാതിരിക്കാം. അവർക്ക് ഇഷ്ടപ്പെട്ട ശമ്പള പരിഷ്കരണ കമ്മീഷനെ തീരുമാനിക്കാം. അതുകൊണ്ട് തന്നെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ എന്നുള്ളത് ഏറെക്കുറെ നിലവിലത്തെ സാഹചര്യത്തിൽ സർക്കാർ മാറുകയാണെങ്കിൽ അപ്രായോഗികമാണ്. എന്നാൽ DAയുടെ കാര്യത്തിലും അഷ്യൂർഡ് പെൻഷൻ്റെ കാര്യത്തിലും നിലവിൽ കൊടുത്തിരിക്കുന്ന വാഗ്ദാനം സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസവുമാണ്. ഞാൻ ആദ്യം കണക്കുകളിലേക്ക് വരാം, അതിനുശേഷം ഇതിൻ്റെ രാഷ്ട്രീയത്തിലേക്കും വരാം. കണക്കുകളിലേക്ക് വന്നാൽ നോക്കൂ, ഈ ബജറ്റിൽ വളരെ കൗതുകകരമായ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അത് 6.15% എന്നുള്ളതാണ്. എന്താണ് 6.15%? നമ്മളുടെ വരുമാനത്തിലുണ്ടായ വർധനവ് ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ മൊത്തത്തിൽ നമ്മൾ എടുത്തു നോക്കിയാൽ GSDPയിലുണ്ടായ മൊത്തത്തിലുള്ള വർധനവ് എടുത്തു നോക്കിയാൽ 6.15%. ഏകദേശം 6.25 ലക്ഷം കോടിയുടെ GSDPയുടെ കണക്കിൽ ഒരു വലിയ വർധനവ് നമുക്കുണ്ടായിരിക്കുന്നു. വളർച്ചാ നിരക്ക് 6.15%. നോക്കൂ, ആ കണക്കിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ 6.15% കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് കിട്ടാനുണ്ടായിരുന്ന ധനവിഹിതത്തിൽ സംഭവിച്ചിരിക്കുന്ന കുറവ്. അതായത് കേന്ദ്രം നമുക്ക് നൽകാനുള്ളതിൽ 6.15% കുറവ് സംഭവിക്കുമ്പോൾ പോലും നമുക്ക് നമ്മുടെ വരുമാനം ഉയർത്തി നിർത്താൻ സാധിച്ചിട്ടുണ്ട്. GSDPയുടെ കാര്യത്തിലും വർധനമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വരുമാനത്തിൻ്റെ കാര്യത്തിൽ GSDP അല്ല, നമ്മളുടെ ടോട്ടലായിട്ടുള്ള ഇൻകത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എത്രയാ വർധനമുണ്ടായിരിക്കുന്നു നോക്കൂ. 1,24,486 കോടി ആയിരുന്നത് 1,24,861 കോടിയായിട്ട് വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 0.3% വർധനയുണ്ടായിരിക്കുന്നു എന്നർത്ഥം. എവിടെ? 6.1% കേന്ദ്രത്തിൻ്റെ കൈമാറ്റത്തിൻ്റെ കുറവുണ്ടാവുമ്പോഴാണ് മൊത്തം വരുമാനത്തിൽ നമുക്ക് ഈ വർധനമുണ്ടായിരിക്കുന്നത്. ഇത് സംസാരിക്കുന്ന കണക്കാണ്. ഇത് ചെറിയ കണക്കാണോ? നിഷേധിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് നിഷേധിക്കാൻ പറ്റുക? മൊത്തം നമ്മുടെ വരുമാനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന വർധനവ. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വളർച്ചയാണോ സംസ്ഥാനത്തിനുണ്ടായിരിക്കുന്നത്? സാമ്പത്തികമായ തളർച്ചയാണോ? ഇതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. അപ്പോൾ ഇത് അപ്രായോഗികമാകണം എന്ന് പറയണമെങ്കിൽ അടിസ്ഥാനമായി ഈ സ്റ്റാറ്റിസ്റ്റിക്സ് തെറ്റായിട്ട് വരണമല്ലോ. സ്വാഭാവികമായും എല്ലാ കാലങ്ങളിലും റിവൈസ്ഡ് എസ്റ്റിമേറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ബഡ്ജറ്റ് ചെയ്തിരിക്കുന്ന എസ്റ്റിമേറ്റിനേക്കാൾ വ്യത്യാസമായിരിക്കും ആക്ച്വൽസ് വരിക. ഇവിടെയും അത് സംഭവിച്ചിട്ടുണ്ട്. 17,000 കോടിയുടെ ഡിഫറൻസ് സംഭവിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിലും ഇത് സംഭവിച്ചിട്ടുണ്ട്. അത് സംഭവിക്കാറുമുണ്ട്. അതങ്ങനെയാണ് ഓരോ കാലഘട്ടത്തിലും. പക്ഷേ ഇക്കുറി ഒരു പ്രത്യേകത കൂടിയുണ്ട്. കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ധനസഹായം ഗണ്യമായി കുറഞ്ഞിരിക്കുമ്പോൾ പോലും നമുക്കൊരു വളർച്ച ഉണ്ടാക്കാൻ സാധിക്കുന്നു
എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതെങ്ങനെയാണ് സാധിച്ചത്? ഏകദേശം 23% മാത്രം കേന്ദ്രത്തിൻ്റെ സഹായം ആശ്രയിച്ച് കഴിയുന്ന ഒരു സംസ്ഥാനത്തിന് ബാക്കിയുള്ള 77% സ്വന്തം സംസ്ഥാനത്തിൻ്റെ തനത് നികുതിയേതര വരുമാനത്തിൽ നിന്നാണ് വർധനമുണ്ടാക്കേണ്ടി വരുന്നത്. വർധനമുണ്ടായിട്ടുണ്ടോ? അതാണ് എൻ്റെ രണ്ടാമത്തെ കണക്ക്. തനത് നികുതിയുടെ കാര്യത്തിൽ ബഡ്ജറ്റിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് തനത് നികുതിയുടെ കാര്യത്തിൽ 3.1% വർധനവ്, നികുതി ഇതരത്തിൻ്റെ കാര്യത്തിൽ 0.9% വർധനമുണ്ടായിരിക്കുന്നു. GST എല്ലാ മേഖലകളെയും പൂർണ്ണമായിട്ടും GST കടന്നു വരുമ്പോൾ അതിൽ വളരെ കുറച്ചു മാത്രം മേഖലകളാണ് സംസ്ഥാന സർക്കാരിൻ്റെ വിഭവ സമാഹരണത്തിന് വേണ്ടി മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നത്. ആ മേഖലകളിൽ, അത് ലോട്ടറി അടക്കമുള്ള കാര്യങ്ങളിൽ, മദ്യം അടക്കമുള്ള കാര്യങ്ങളിൽ ഒക്കെ വളരെ നാമമാത്രമായ കാര്യങ്ങളിൽ അതിൽ 0.9% വർധനവ്. നികുതി പിരിച്ചെടുക്കുന്ന കാര്യത്തിൽ 3.1% ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നു. ചെറിയ കാര്യമല്ല. അതുകൊണ്ട് മാത്രമാണ്, അതാണ് ബഡ്ജറ്റിൽ ധനമന്ത്രി പറയുന്നത്, അതൊരു പരമമായ രഹസ്യമാണ്. കേന്ദ്രം ഇങ്ങനെയൊക്കെ ഞെരുക്കുമ്പോഴും എങ്ങനെയാണ് നമുക്കിങ്ങനെ സാമ്പത്തികമായ വളർച്ച സാധ്യമാകുന്നത് എന്നുള്ളത്. അപ്പോൾ അടിസ്ഥാനമായി ഈ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ ധനക്കമ്മി ആശങ്കപ്പെടുത്തുന്നതാണോ? 4% എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നതല്ല. എന്നാൽ അതേസമയം 3.86% എന്നുള്ളത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 3.02 എന്ന ശതമാനത്തെ അപേക്ഷിച്ച് അല്പം കൂടുതലുമാണ്. എന്നാൽ മൊത്തം കടത്തിൻ്റെയും GSDP അനുപാതത്തിൻ്റെ കാര്യത്തിൽ കേരളം കടത്തിലാണോ? അല്ല എന്നതാണ് വാസ്തവം. മൊത്തം ഈ കടം GSDP റേഷ്യോ എടുത്തു നോക്കിയാൽ നമ്മുടെ രാജ്യത്തെ പാതി സംസ്ഥാനങ്ങളിൽ ഏറ്റവും മോശമായ അവസ്ഥയിലല്ല കേരളം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആദ്യത്തെ ഏറ്റവും മോശമായ കടക്കെണിയിലുള്ള 10 സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ കേരളം അതിലില്ല എന്നതാണ് വാസ്തവം. എന്നിട്ടാണ് നമ്മൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് കടക്കെണിയിലാണ് എന്നുള്ള ഒരു കള്ള പ്രചരണം നടക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കടമെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതും കേരളത്തിന് അർഹതപ്പെട്ടിരിക്കുന്ന വായ്പാ അനുപാതത്തിൽ കേന്ദ്രത്തിന്റെ പൊതുകടം 57%. 57%. കോടി. അതെ, 57%. പൊതുകടം 57% GDP-യുടെ. 200 ലക്ഷം കോടിയാ. അതെ, അവിടെയാണ് ഈ 35%, 37% വരുന്ന കേരളത്തിന്റെ കണക്കുമായിട്ട് താരതമ്യം ചെയ്യുന്നത്. അതാണ് പിയാസുൽ പറഞ്ഞതിന്റെ ഒരു കൗതുകം കൂടി. അപ്പോൾ ദേശീയ തലത്തിൽ അത്രയും ആകാം, സംസ്ഥാന തലത്തിൽ ഇത്രയും ആകുമ്പോൾ അതിന് വലിയ രീതിയിൽ കഴിഞ്ഞ വർഷം 5% കുറവാണ്. 5% കുറവാണ്. 5% കുറവ് സംഭവിച്ചു. കഴിഞ്ഞ തവണത്തേക്കാൾ 5% കുറവാണ് കേരളത്തിൽ. 38 കഴിഞ്ഞ പ്രാവശ്യം. 38, ഇപ്പം 33.5% മറ്റുമാണ്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 57% ദേശീയ രാജ്യം മൊത്തം കടക്കണിയിൽ നിൽക്കുമ്പോൾ 33%ത്തിലേക്ക് സംസ്ഥാനത്തിന്റെ കടബാധ്യത ചുരുങ്ങുന്നു. ഏത് കടം GSDP റേഷ്യോവിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള വസ്തുതകളാണ്. ഈ വസ്തുതകൾ മുന്നിലേക്ക് എങ്ങനെയാണ് ഈ ബജറ്റ് അപ്രായോഗികമാകുന്നത് എന്നതാണ് എൻ്റെ ചോദ്യം. ഇനി ഇതിന്റെ രാഷ്ട്രീയത്തിലേക്ക് കൂടി വരാം. ഇതിന്റെ രാഷ്ട്രീയം എന്താണ് യഥാർത്ഥത്തിൽ? യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞു പോകേണ്ടതല്ലേ? എന്താ ഇതിന്റെ രാഷ്ട്രീയം? സർവ്വതല സ്പർശിയായിട്ടുള്ള കാര്യമാണ്. അടിസ്ഥാന വിഭാഗങ്ങളെ ചേർത്ത് നിർത്തുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ബിരുദ വിദ്യാഭ്യാസം സൗജന്യമാക്കുന്നു എന്നുള്ളത്. ബിരുദ വിദ്യാഭ്യാസം സൗജന്യമാക്കുന്നത് ഇത്ര വലിയ കാര്യമാണോ എന്ന് നമുക്ക് ചോദിക്കും. കാരണം എന്താ? ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇപ്പോൾ ഒരു മലയാളമോ ഇംഗ്ലീഷ് ലിറ്ററേച്ചറോ ഒക്കെ എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവൻ്റെ ഫീസ് ഒരു പക്ഷേ 2500 3000 താഴെയൊക്കെ ആയിരിക്കും. പക്ഷെ നോക്കൂ, അത് കൊടുക്കുന്നൊരു മെസ്സേജ് ചെറുതല്ല. രാജ്യം ഒന്നാകെ 12ാം ക്ലാസ് വരെ സാർവത്രികവും സൗജന്യവും വിദ്യാഭ്യാസം നിർബന്ധിത വിദ്യാഭ്യാസമാകുമ്പോൾ നമ്മുടെ സംസ്ഥാനം ബിരുദ തലം വരെ അത് സൗജന്യമാക്കുകയാണ്. അത് കൊടുക്കുന്ന മെസ്സേജ് ചെറുതാണോ? മാനവ വിഭവശേഷിയിൽ വൈജ്ഞാനിക സാമ്പത്തിക വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു എക്കണോമിയെ സംബന്ധിച്ച് അവിടെ ബിരുദ തലം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പഠിക്കാൻ കഴിയുന്നൊരു സംസ്ഥാനമായി കേരളം മാറുകയാണ്. ചെറിയ കാര്യമാണോ അത്? അത് കൊടുക്കുന്ന മെസ്സേജ് ചെറുതാണോ? വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, രക്ഷിതാക്കളെ സംബന്ധിച്ച് അവരുടെ കാര്യത്തിലുള്ള ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും കൂടാതെ അവർക്ക് ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ് പോകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു മെസ്സേജായിട്ടാണ് നിങ്ങൾ ആശുപത്രിയിൽ ഈ റോഡ് ആക്സിഡൻറ്റിൽ പെട്ട് കിടക്കുന്നവരെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധാരണ ആളുകൾ മടിക്കുന്ന സമയത്ത് ഈ സാമ്പത്തിക ബാധ്യതയും കേസുമാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നോക്കൂ, 5 ദിവസത്തേക്ക് ചെലവേറ്റെടുക്കാൻ പോകുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണെന്നേ. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും സഹായിക്കാനില്ലാത്ത മനുഷ്യർക്കൊപ്പം നിൽക്കുമ്പോഴാണ് അത് സാധ്യമാവുക. ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അവലോകന റിപ്പോർട്ട് പുറത്തു വന്നു. ആ അവലോകന റിപ്പോർട്ടിൽ കേരള സർക്കാരിൻ്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? മാതൃകാപരം എന്നുള്ളതാണ്. ഗ്രാമവികസനത്തിൻ്റെ കാര്യത്തിലും ആസൂത്രണത്തിൻ്റെ കാര്യത്തിലും കേരളം മാതൃകയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിൽ എന്നുള്ളത് കേന്ദ്രം സാക്ഷ്യപ്പെടുത്തുകയാണ്. കേന്ദ്രത്തിൻ്റെ സർട്ടിഫിക്കറ്റ് എവിടെ ഇരിക്കട്ടെ, കാര്യം അവർ നമുക്ക് സർട്ടിഫിക്കറ്റ് തരാറുള്ളൂ, പലതും സർട്ടിഫിക്കറ്റ് ഉണ്ടപ്പോൾ ചെക്ക് തരാറില്ല എന്നുള്ളതാണ്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിത മനുഷ്യർ ഈ സർക്കാർ
ഏറ്റെടുത്തില്ലേ? ബജറ്റിലല്ല പ്രൊവിഷൻ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് 18,75,69,000 രൂപ മുഴുവൻ വായ്പയും ഏറ്റെടുത്തു. 585 ദുരന്ത ബാധിതരായ മനുഷ്യരുടെ മുഴുവൻ കടങ്ങളും 10 ലക്ഷത്തിന് മുകളിലും 10 ലക്ഷത്തിന് താഴെയുമായി ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതൊരു പൊളിറ്റിക്കൽ മെസ്സേജാണ്, അതിനകത്തെ രാഷ്ട്രീയമാണ് ചേർന്നിരിക്കുന്നത്. നിങ്ങൾ ആരുടെ കടമാണ് എഴുതിത്തള്ളുന്നത്? കോർപ്പറേറ്റുകളുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ നിങ്ങൾക്ക് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടതില്ല. പക്ഷേ ദുരന്തബാധിതരായ മനുഷ്യരുടെ കടം എഴുതിത്തള്ളണം എന്നുള്ളതിന് ക്ലോസുകൾ തിരഞ്ഞു പോവുകയാണ്. എങ്ങനെ തടയണം എന്നുള്ളതിനെ കുറിച്ചോർത്ത് അപ്പോഴും ഈ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലെ ക്ലോസ് 13 കണ്ടില്ലെന്ന് നടിക്കും. അതാണ് കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയം. അവിടെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ രാഷ്ട്രീയം അവരെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ്. ആ രാഷ്ട്രീയത്തിനൊരു തെളിമയുണ്ട് എന്നുള്ളതാണ്. ഇനി നോക്കൂ, സാമൂഹ്യക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞു 2,500 ആക്കി വർദ്ധിച്ചില്ലല്ലോ. അതല്ലേ പ്രകടന പത്രികയിൽ? പറ്റിയില്ലെന്നേ, 2,500 വർദ്ധിപ്പിച്ചില്ല. പക്ഷേ 1,600 എന്നുള്ളത് 2,000 വർദ്ധിപ്പിക്കുക മാത്രമല്ല, അതിനുവേണ്ടി ചെലവിട്ട കണക്ക് നേരത്തെ പിയാസുനിൽ പറഞ്ഞു. കേൾക്കാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ പറയാം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 5 വർഷം കൊണ്ട് 10,700 കോടി രൂപയായിരുന്നു 10,700 കോടി രൂപയായിരുന്നു ക്ഷേമ പെൻഷന് വേണ്ടി മാത്രം മാറ്റിവെച്ചിരുന്നത്. എന്നാൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 30,089 കോടിയും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 48,384 കോടിയും. അതിപ്പോൾ മാർച്ച് ആകുമ്പോഴേക്കും 54,000 കോടിയാവും. മൊത്തം നോക്കിയ 90,000 കോടി രൂപയാണ് പിണറായി സർക്കാരിന്റെ കാലത്തേക്ക് കൂട്ടിയിട്ടാ. ആ 2 പിണറായി സർക്കാർ മാസത്തെ കൊടുക്കാനുണ്ട്. അതായത് കഴിഞ്ഞ ഒന്നാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ കുടിശ്ശിക കൂടി കൊടുത്തു തീർക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തോമസ് ഐസക്കിന്റെ കാലത്തെ ബജറ്റിലാണ്. അതിന്റെ കുടിശ്ശിക കൂടി കൊടുത്തു തീർക്കുന്നത്, അതുകൂടി കൊടുത്തു തീർക്കുമ്പോൾ കുടിശ്ശിക ഇനത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോ ആകെ ഉമ്മൻചാണ്ടി കാലാവധി പൂർത്തിയാക്കുമ്പോൾ കുടിശ്ശികയില്ല. അതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ മൊത്തം 10,700 കോടി രൂപ മാത്രമാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ക്ഷേമ പെൻഷന്റെ പേരിൽ ചെലവഴിച്ചത്. തർക്കമുണ്ടോ? ആർക്കെങ്കിലും തർക്കമുണ്ടോ? എന്നാൽ ആ കണക്കാണോ ഇപ്പോൾ ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരു കുടിശ്ശിക, 1 രൂപയുടെ കുടിശ്ശിക ഈ സർക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ ക്ഷേമ പെൻഷന്റെ കാര്യത്തിലുണ്ടോ? 2,000 രൂപ സാധാരണക്കാരായ മനുഷ്യരുടെ കൈകളിലേക്ക് എത്തുകയില്ലേ? എത്രയാ? 54,000 കോടി. അതിനുള്ള 14,500 കോടി രൂപ കൂടി ഈ ബജറ്റിൽ നീക്കിവെച്ചിട്ടാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ ബജറ്റ് പൂർണ്ണ ബജറ്റ് ആകേണ്ടത്? ആ വിഷൻ അവിടെ ഉൾക്കൊണ്ടിട്ടുണ്ടാവണം എന്നുള്ളതാണ്. ഇനി ഈ സർക്കാർ പോയി മറ്റേത് സർക്കാർ വന്നാലും ഈ വിഷനിൽ നിന്ന് നിങ്ങൾക്ക് അധികം മാറിപ്പോകാനാവില്ല. അതാണ് അതിൻ്റെ രാഷ്ട്രീയം. ആ കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. അതാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ കണക്കുകൾ നമ്മുടെ മുന്നിൽ ചെറിയ കണക്കല്ല. 62 ലക്ഷം സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരുടെയും സാധാരണക്കാരായ മനുഷ്യരുടെയും കൈകളിലേക്ക് ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ എത്തുന്നത് 32 ലക്ഷത്തോളം വരുന്ന ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരുടെ കൈകളിലേക്ക് അവരുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ എത്തുന്നത് 5 ലക്ഷം വരുന്ന യുവജനങ്ങളുടെ കൈകളിലേക്ക് കണക്ട് ടു കേരളയുടെ ഭാഗമായിട്ട് ഈ പെൻഷനുകൾ എത്തുന്നത്. ഇതിനുള്ള കണക്ക്, അതിനുള്ള പണം ഇതിൽ കണ്ടുവച്ചിട്ടാണ് ഈ ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അതെങ്ങനെയാണ് അപ്രായോഗികമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുക? ഇതിൽ എവിടെയാണ് അപ്രായോഗികതയുള്ളത്? അതാണ് എനിക്ക് മനസ്സിലാവാതെ പോകുന്നത്. ഇതിൽ നേരത്തെ പറഞ്ഞ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒഴിച്ചു നിർത്തിയാൽ, കാര്യം അത് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അത് ശമ്പള പരിഷ്കരണത്തിന് ശേഷം എത്രയാണ് തീരുമാനിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലേ സാധിക്കൂ. DA കുടിശ്ശികയുടെ കാര്യത്തിൽ മാത്രമാണ് ഇതിനകത്തൊരു കണക്കിൽ വ്യക്തത വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി ഒരു 2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിവിടെ കൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ. ഇനി വളർച്ച ഏതൊക്കെ മേഖലകളിൽ ഇല്ലാതെ പോയി? നോക്കൂ, കാർഷിക മേഖലയിൽ വളർച്ച ഇല്ലാതിരുന്നോ? കഴിഞ്ഞ 5 വർഷക്കാലം, ഈ കഴിഞ്ഞ ഒരു വർഷത്തിലെ കണക്ക് മാത്രം ഞാൻ പറയാം. 0.24% നിന്ന് 2.36% കൃഷി മേഖലയിൽ മാത്രം. കൃഷി അനുബന്ധ മേഖല വരുമ്പോൾ കുറച്ചുകൂടി ഉണ്ടാവും. കൃഷിയുടെ കാര്യത്തിൽ മാത്രം, പ്രാഥമിക മേഖലയിൽ മാത്രം 2.36% വളർച്ചയുണ്ടായില്ലേ? മത്സ്യബന്ധന മേഖല നെഗറ്റീവ് ഗ്രോത്ത് ആയിരുന്നു കഴിഞ്ഞ വർഷം. ഇക്കുറി അത് നെഗറ്റീവ് 3.58% നിന്ന് 10.55% വളർന്നു. ബ്ലൂ എക്കണോമി, വ്യവസായ മേഖല 7.87% അത് വളർന്നു. 7.87% വ്യവസായ മേഖലയിലെ വളർച്ച വന്നിരിക്കുന്നതോ. 1.17 ലക്ഷം സംരംഭങ്ങൾ, 7,798 കോടി, 2.49 ലക്ഷം തൊഴിൽ. ഇതൊക്കെ നമ്മുടെ മുന്നിലെ സംസാരിക്കുന്ന കണക്കുകളാണ്. ഈ കണക്കുകൾ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്കിത് അപ്രായോഗികമെന്ന് പറയാൻ കഴിയില്ല. ഇനി സർക്കാർ മാറുകയാണെങ്കിൽ അത് ആ സർക്കാരിൻ്റെ ബാധ്യതയാണ്. ജനക്ഷേമപരമായ പദ്ധതികൾ നടപ്പാക്കുന്നൊരു ബജറ്റ് വേണോ, അതോ ഇതിനേക്കാൾ മറികടക്കാവുന്നൊരു ബജറ്റ് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് സ്വാഗതം ചെയ്യാമെന്നേ. പക്ഷേ അതിനെ അപ്രായോഗികമെന്ന് വിളിച്ച് കളിയാക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ ടേക്ക് ഇതിൽ. അപ്പോൾ കണക്കുകൾ നമ്മളോട് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് സാധൂകരിക്കത്തക്കതായ, ഇത് സാധ്യമാകുന്ന ഒരു ബജറ്റാണ് എന്നുള്ളത് തന്നെയാണ്, ചേർത്ത് നിർത്തുന്ന ബഡ്ജറ്റാണ് എന്നാണ് എൻ്റെ ടേക്ക്. രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയം പറയുക തന്നെ വേണം. മതമാണ് പ്രശ്നം എന്ന് പറയുന്നിടത്ത് മതമല്ല പ്രശ്നം, അത് എരിയുന്ന വയറിൻ്റെ തീയാണ് പ്രശ്നം എന്നുള്ളത് പറയുന്നത് ഒരു രാഷ്ട്രീയമാണ്. അത് ബജറ്റിലൂടെ പറയാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അടിസ്ഥാന വിഭാഗങ്ങൾക്ക്, പട്ടികജാതി വിഭാഗങ്ങൾക്ക്, പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നീക്കിവെച്ചിരിക്കുന്ന കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഈ ബജറ്റിനെ ഒരു പ്രായോഗിക ബഡ്ജറ്റാണ്, സാമൂഹിക നീതിയുടെ സ്പർശമുള്ള ബഡ്ജറ്റാണ് എന്നാണ് ഞാൻ വിലയിരുത്തുക. ആന്റോ ഗസ്റ്റിൻ.
ഞാൻ 2016 വരെ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചതും 2016 ശേഷം പിണറായി സർക്കാർ ഭരിച്ചതും തമ്മിലൊരു താരതമ്യം ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. എന്താണ് കേരളത്തിലെ ഒരു നികുതി വരുമാനം എന്നുള്ളത്? ഏറ്റവും കേരളത്തിൽ എന്താണ് വേണ്ടത്? കേരളത്തിൽ എന്ത് വികസനം നടണം? നികുതി വേണം. ഈ നികുതി വരുമാനം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഒരു വർഷം കിട്ടിയിരുന്ന എത്രയാണെന്നറിയോ? 38,000 കോടിയാണ്. നികുതി വരുമാനം മാത്രമാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴെത്ര കിട്ടുന്നതെന്നറിയോ? ഇപ്പോൾ കിട്ടുന്നത് 83,000 കോടിയാണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 45,000 കോടി രൂപേൻ്റെ വരുമാനം അധികം നികുതിയിൽ മാത്രം. നികുതി ഏതര വരുമാനം നോക്കാം. നികുതി കൂടാത്ത വരുമാനം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കിട്ടിയത് എത്രയാണ്? ആകെ 8,000 കോടി താഴെയാണ്. 8,424 കോടിയാണ് കിട്ടിയത്. ഇപ്പോൾ എത്രയാണ് കിട്ടുന്നത് അറിയോ? 24,000 കോടിയാണ്. എന്ന് പറഞ്ഞാൽ 4 ഇരട്ടിയാണ്. അപ്പം ഞാൻ പറയുന്നത് അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൽ ചെലവാക്കിയ GST ഇല്ലാത്ത കാലം ഞാൻ പറയാം, കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൽ ഒരു വർഷം മുടക്കിയിരുന്ന പൈസ, കാരണം അവരുടെ മുഴുവൻ എക്സ്പെൻഡിച്ചർ എല്ലാം കൂടി കാൽക്കുലേറ്റ് എത്രയുള്ളത് നോക്കിയാൽ 68,000 കോടിയാണ്. ഇപ്പോൾ എത്രയാണ്? 1,74,000 കോടി. 2025-26 ആകുമ്പോഴത്തേക്കും 2 ലക്ഷം കോടിയിലേക്ക് എത്തുന്നു. 1,95,000 കോടിയിലേക്ക് എത്തി. എന്ന് പറഞ്ഞാൽ എത്രയാണ്? 68,000-ൻ്റെ 4 ഇരട്ടി. മനസ്സിലായോ? 4 ഇരട്ടിയിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഞാൻ ആവറേജ് 5 വർഷം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ ആകെ കേരളത്തിൽ മുടക്കിയ എമൗണ്ടിൻ്റെ വലിപ്പം എത്രയാണെന്നറിയോ? 3.5 ലക്ഷം കോടി താഴെയാണ്. 3 ലക്ഷം തുടങ്ങി 3.25 ലക്ഷം കോടി താഴെ. ഇപ്പോൾ എത്രയാണെന്നറിയോ? ഏകദേശം 9 ലക്ഷം കോടി രൂപയാണ് ഈ പറയുന്ന പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ 5 വർഷം കൊണ്ട് മാത്രം മുടക്കിയത്. 18 കോടി രൂപ കഴിഞ്ഞ 10 വർഷത്തോളം മുടക്കിയിട്ടുണ്ട്. 18 ലക്ഷം കോടിയോളം കേരളത്തിൽ മുടക്കി. 9 ലക്ഷം കോടി രൂപയാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, എന്താണ് ഈ തുടർ ഭരണത്തിൻ്റെ ബെനിഫിറ്റ് എന്ന് ആലോചിക്കുകയായിരുന്നു. കാരണം ഉമ്മൻചാണ്ടി സർക്കാർ, പിണറായി വിജയൻ സർക്കാർ ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ 35,000 കോടി രൂപ ആദ്യത്തെ സർക്കാർ ഈ പറഞ്ഞ നികുതി പെൻഷൻ തുക കൊടുത്തു തീർക്കുന്നതിന് വേണ്ടി മാറ്റി. 35,000 കോടിയാണ്, ചെറിയ പൈസയല്ല. 35,000 കോടി 62 ലക്ഷം ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു. രണ്ടാമത്തെ വർഷത്തേക്കും ഏകദേശം അതിൻ്റെ പകുതിയോളം തന്നെ രണ്ടാമത്തെ വർഷവും 14,000 കോടി രൂപയോളം രണ്ടാമത്തെ വർഷവും കൊണ്ട്. അപ്പോൾ മൊത്തം 50,000 കോടി രൂപ 62 ലക്ഷം ജനങ്ങളിലേക്ക് എത്തി എന്നുള്ളതാണ്. അതാദ്യം മനസ്സിലാക്കണം. 50,000 കോടി 62 ലക്ഷം ജനങ്ങളിലേക്ക് നേരിട്ട് ക്യാഷായിട്ട് കൊടുത്തു എന്നുള്ളതാണ്. പിന്നെ എന്താണ് സംഭവിച്ചത്? കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ നാഷണൽ ഹൈവേ നമ്മൾ കണ്ടു. നാഷണൽ ഹൈവേ കാണാനുള്ള കാരണം എന്താണ്? 20,000 കോടി രൂപയുടെ സ്ഥലമെടുപ്പാണ് കേരളത്തിൽ നടന്നത്. 20,000 കോടി രൂപയുടെ എവിടെ നിന്നാണ്? കിഫ്ബിയിൽ നിന്നാണ്. അപ്പം ഞാൻ പറയുന്നത് എന്തറിയോ? കേരളത്തിൽ നടന്ന വികസനം എങ്ങനെയാണെന്നുള്ള ആദ്യം മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ നടന്ന വികസനം എന്താണ്? കിഫ്ബിൻ്റെതായ സംവിധാനത്തിൽ തന്നെ വർക്ക് ചെയ്യുന്നു. ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ പ്രൊജക്റ്റുമായിട്ട് കിഫ്ബി പോകുന്നു. സ്കൂളുകൾ, കോളേജുകൾ, ഹോസ്പിറ്റലുകൾ, കിഫ്ബി ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഉൾനാടൻ ഗതാഗത പ്രശ്നങ്ങൾ, അതുപോലെ ഉൾനാടൻ റോഡുകൾ, അതുപോലെ തന്നെ ഗ്രാമവികസനങ്ങൾ, അടിസ്ഥാന വികസനം എല്ലാം കിഫ്ബി ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നു. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? സർക്കാരിൻ്റെ തനത് കിട്ടുന്ന വരുമാനം അതെടുത്ത് കേരളത്തിലെ ഉള്ള വികസന പ്രവർത്തനത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ പറയുന്നത് എന്താ അറിയോ? ഈ അടിസ്ഥാനമായ വികസനം എന്ന് പറയുന്നത് നികുതി എന്നുള്ളതാണ്. ഇനി ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട വേറൊരു കാര്യം, GST വന്നു കേരളത്തിൽ. GSTനെ എങ്ങനെയാണ് കേരളം ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. GST വരുമാനം നമുക്ക് കേന്ദ്രം തരുന്നുണ്ടോ തരുന്നില്ല എന്നുള്ള വേറെ കാര്യമാണ്. പക്ഷേ GSTനെ എങ്ങനെ കേരളം ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. കേരളം ഉപയോഗപ്പെടുത്തി ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, കേരളത്തിൽ പവർ കട്ടില്ല. നമ്മൾ വലിയ നിങ്ങളെപ്പോഴും പവർ കട്ടില്ല എന്നിങ്ങനെ പറയണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. കേരളത്തിൽ പവർ കട്ടില്ലാത്തതിൻ്റെ ഗുണം നമ്മൾ മനസ്സിലാക്കണം. എന്തറിയോ? കർണാടകയിൽ പവർ കട്ടാണ്, തമിഴ്നാട്ടിൽ പവർ കട്ടാണ്, ആന്ധ്രയിൽ പവർ കട്ടാണ്, തെലുങ്കാനയിൽ പവർ കട്ടാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം പവർ കട്ടാണ്. കേരളം പവർ കട്ടില്ലാത്ത ഏക സംസ്ഥാനം എന്ന് പറഞ്ഞാൽ കേരളമാണ്. എന്താണ് ബെനിഫിറ്റ്? GST വന്നതോട് കൂടിയിട്ട് ഇന്ത്യയിലെ നികുതി സംവിധാനങ്ങളെല്ലാം ഒരുപോലെയായി. പണ്ട് GSTക്ക് മുൻപ് എന്തായിരുന്നു അവസ്ഥ? തമിഴ്നാട്ടിലെ സംവിധാനത്തിൽ അവിടെ GST കുറവുണ്ടായിരുന്നു. ചില കോമ്പൗണ്ട്സിന് നികുതി കുറവാണ്, ചില ആഭ്യന്തര ഉൽപ്പാദനങ്ങൾ നികുതി കുറവാണ്, ചിലതിന് കൂടുതലാണ്. അപ്പം എന്ത് ചെയ്യും? അപ്പോൾ ആ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടെങ്കിൽ അവർ തമിഴ്നാട്ടിലേക്കോ കർണാടകയിലേക്കോ പോയി അവിടുത്തെ സർക്കാരുമായി ചേർന്ന് അവിടെ ഒരു സംവിധാനം ഉണ്ടാക്കി അവിടെ വരുമാനം കൂട്ടാം. ഇപ്പം ഇന്ത്യയിലെ അവസ്ഥ എന്താ? ഇപ്പം ഏത് സംസ്ഥാനത്തും നികുതി കൊടുക്കുന്നത് സെയിമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈസ് ഓഫ് ഡൂയിങ്, വൃത്തിയായിട്ട് ഈസി ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഏതാണെന്ന് നോക്കുകയാണ്. അത് ഏറ്റവും ഈസ് ഓഫ് ഡൂവിയിൽ 1ാം സ്ഥാനം നിൽക്കുന്ന സംസ്ഥാനം കേരളമായി മാറി. അപ്പോൾ എന്താ? ഇവിടെ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്കൊരു കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പറ്റും, ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ലൈസൻസുകൾ മുഴുവൻ എടുക്കാൻ പറ്റും, ഒരു ദിവസം കൊണ്ട് ഈ പറയുന്ന കമ്പനീനെ സ്റ്റാർട്ടപ്പ് കമ്പനികളെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതോടുകൂടി എന്താണ് സംഭവിക്കുന്നത്? ഇന്ത്യയിൽ നിന്നുള്ള പല കമ്പനികളും കേരളത്തിലേക്ക് വന്നുകയും കേരളത്തിൽ വ്യവസായം കൂടുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 83,000 കോടിയിലേക്ക് ഈ നികുതി വരുമാനം കൂടിയത്. ഈ നികുതി വരുമാനം 83,000 കോടി അങ്ങനെയാണ്. GST പകുതി കേന്ദ്ര സർക്കാർ എടുത്തിട്ട് പകുതി തരുന്ന എമൗണ്ടിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ.
പകുതി കേന്ദ്രം എടുത്തു പോവാണ്, പകുതി കേരള സർക്കാരിന് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ 100% വേണ്ട എമൗണ്ടിൽ 25% മാത്രമേ കേന്ദ്രം തരുന്നുള്ളൂ. നമ്മൾ 100%, അപ്പം നമുക്ക് 2 ലക്ഷം കോടിയാണ് വേണ്ടതെങ്കിൽ 50,000 കോടി മാത്രമേ കേന്ദ്രം തരുള്ളൂ. ബാക്കി എത്രയാ? 1.5 ലക്ഷം കോടി നമ്മൾ ഇവിടെ സ്വന്തം പിരിച്ചുണ്ടാക്കണം. അതിനേക്കാൾ ഇനി പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ട് നമുക്ക് ഇത്രയും വലിയ രീതിയിൽ കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ കഴിഞ്ഞു? ഇത്രയും വലിയ രീതിയിൽ കടം പെരുപ്പം നമുക്ക് വന്നില്ല. 0.5% കുറവ്, 5% കുറവ് വന്നു എന്ന് ചോദിച്ചാൽ കാര്യം പറയാം. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 1,52,000 കോടി രൂപയാണ് കുടിശ്ശിക പിരിച്ചെടുത്തത്. കേരളത്തിലെ ഏതെങ്കിലും വ്യവസായി ഞങ്ങൾ കുടിശ്ശിക പിരിക്കാൻ വേണ്ടി ഭീഷണിപ്പെടുത്തുന്നത് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും പറയുന്നത് കേട്ടോ? 1,50,000 കോടി രൂപ പിരിച്ചെടുത്തു എന്ന് കേരളത്തിൽ നിന്ന്. ആ പിരിച്ചെടുത്ത പണം എന്താണ്? ഒരു വർഷത്തെ ബഡ്ജറ്റിനേക്കാളും കൂടുതൽ, ഒരു വർഷത്തിൻ്റെ ഒരു സർക്കാരിൻ്റെ ബഡ്ജറ്റിനേക്കാളും കൂടുതൽ എമൗണ്ട് കേരളത്തിൽ പിരിച്ചെടുത്തു. അത് വ്യവസായ സംവിധാനങ്ങൾക്ക് മുഴുവൻ ഉപയോഗിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്യണമെങ്കിലുണ്ടല്ലോ, ഇത് ചെയ്യണമെങ്കിൽ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇതിനൊരു ദിശാബോധം വേണം, ഇതിനൊരു വിഷൻ വേണം. അതുകൊണ്ടാണ് ഞാൻ പറയും ഇതൊരു ദീർഘവീക്ഷണമുള്ള ബഡ്ജറ്റാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ നാഷണൽ ഹൈവേ വരും എന്ന് നമ്മൾ പറയുന്നു? എന്തുകൊണ്ടാണ് 45 മീറ്റർ വീതിയിൽ നാഷണൽ ഹൈവേ വരുമെന്ന് ഈ തോമസ് ഐസക്കിൻ്റെ ഫസ്റ്റത്തെ ബഡ്ജറ്റിൽ പറയുന്ന സമയത്ത് എല്ലാവരും കളിയാക്കി. എവിടുന്ന് പൈസ, എവിടെ സാര്? എന്താണ്? കിഫ്ബി തുടങ്ങി സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തു. ഇപ്പം 6,000 കോടി അങ്ങോട്ട് കൊടുത്തു. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പം MC റോഡിന് 5,000 കോടി മാറ്റി വെച്ചു. MC റോഡിന് 5,000 കോടി മാറ്റിച്ചു. ആരാ പണിയുന്നത്? നാഷണൽ ഹൈവേയാണ്. പക്ഷേ സ്ഥലം ആര് കൊടുക്കണം? സ്ഥലം കേരളം കൊടുക്കണം. നിതിൻ ഗഡ്കരി കേരളത്തിൽ വന്നിട്ട് നാഷണൽ ഹൈവേ പ്രഖ്യാപിച്ചിട്ട് അങ്ങോട്ട് പോയി. ഇത് ഞങ്ങളുടെ കുഞ്ഞാണെന്നാണ്. പക്ഷേ യാഥാർത്ഥ്യമാണ് എന്ത് ചെയ്യണം? സ്ഥലം എടുത്തു കൊടുക്കണം. ഇന്നത്തെ ബഡ്ജറ്റിൽ MC റോഡിന് വേണ്ടി 5,000 കോടി മാറ്റി വെച്ചിട്ടുണ്ട്. 5,000 കോടിയാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കാർഷിക മേഖലേൻ്റെ കാര്യം പറഞ്ഞു. 1,680 കോടി രൂപയാണ് ഈ കാർഷിക മേഖലയ്ക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ അടിസ്ഥാന വികസനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചെറിയൊരു കാര്യം പറയാം. ഒരു സ്ക്രാപ്പ് ഓട്ടോ ഒരാൾക്ക് പൊളിക്കണമെന്ന് വിചാരിക്കുക. സാധാരണ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഓരോ കാടുകളിൽ ഒരു ഓട്ടോറിക്ഷ പൊളിച്ച് കിടക്കുന്നുണ്ടാവും, പോലീസ് സ്റ്റേഷനിൽ കുറേ കിടക്കുന്നുണ്ടാവും, കുറേ വർക്ക്ഷോപ്പിൽ കിടക്കുന്നുണ്ടാവും. ഇത് തിരിച്ചു കൊടുത്താൽ സർക്കാർ 40,000 രൂപ ഓരോ ഓട്ടോ തൊഴിലാളിക്ക് തരും. ഒരു പെട്രോൾ ഓട്ടോ തിരിച്ചു കൊടുത്താൽ 40,000 രൂപ സർക്കാർ തരും. ബാക്കി 1 ലക്ഷം കൂടെ ലോൺ എടുത്തിട്ട് അവൻ എന്ത് ചെയ്യാം? അവൻ്റെ ഒരു പഴയ ഓട്ടോ വിറ്റിട്ട് അവൻ അതേ ജോലി മുന്നോട്ട് കൊണ്ടുപോകാം. ചെറിയ കാര്യമാണ്. അവൻ ഇൻഷുറൻസ് 3 ദിവസം അവൻ ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിൽ കിടത്താൽ അവൻ ഇൻഷുറൻസ് കൊടുക്കുന്നു. പിന്നെ ഡിഗ്രി വരെ പഠിക്കുന്ന പിള്ളേർക്ക് സൗജന്യ വിദ്യാഭ്യാസം ലോകത്ത് എവിടെയും കേട്ടിട്ടുണ്ടോ? നമ്മൾ ലോകത്തില്ലെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സംസ്ഥാനത്ത് കാണണ്ടേ? ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് കാണുന്നുണ്ടേ ഡിഗ്രി വരെ വിദ്യാഭ്യാസം ഫ്രീ? ഞാൻ പറയുന്നത് ദീർഘവീക്ഷണത്തോടുള്ള ബഡ്ജറ്റ് എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വിചാരിക്കുന്നത് എന്തറിയോ? 3-ാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരും എന്നുള്ള വിശ്വാസത്തോടു കൂടി വെച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. അല്ലെങ്കിൽ ഇത് നടപ്പിലാക്കാം. ഞാൻ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഇന്ന് ഏതെങ്കിലും വിശ്വാസക്കേട് സർക്കാരിനുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന പേ ബില്ല് ഇന്ന് അവർ ബഡ്ജറ്റിൻ്റെ ഭാഗമാക്കിയേനെ. അതാക്കാത്തതിന് കാരണം എന്തുകൊണ്ടാണ്? അതായത് ഇത് വരുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? ഈ DA കുടിശ്ശിക അടുത്ത സർക്കാരിന് കൊടുത്തോളാൻ പറഞ്ഞില്ലല്ലോ. ഈ ഫെബ്രുവരിയിലും മാർച്ചിലുമായിട്ട് മുഴുവൻ DA കുടിശ്ശികയും കൊടുത്തു തീർക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു ബഡ്ജറ്റ് വൃത്തിയായി ഈ ബാലഗോപാൽ, ഞാൻ പറയുന്നത് എനിക്ക് എപ്പോഴും ഈ ബഡ്ജറ്റ് കേൾക്കുന്ന സമയത്ത് ഈ പാട്ട് കേൾക്കുന്നതും ഈ കവിത ചൊല്ലുന്നതും വലിയ കാര്യമായിട്ട് തോന്നിയിട്ടില്ല. കാരണം വളരെ സീരിയസ് ആയ, വളരെ ക്ലാരിറ്റിയോടുകൂടി പറയേണ്ട ഒരു സംവിധാനമാണ് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അവിടെ കുറേ കഥയും ഇതൊക്കെ. പക്ഷേ ഇതെന്താണ്? 3 മണിക്കൂർ ഈ പറയുന്ന ബാലഗോപാൽ എടുത്തത് 2 മണിക്കൂർ സംതിങ് അല്ലേ, 15 മിനിറ്റ്. അത്രയും സമയം എടുത്തത് എന്താ? ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഈ ബഡ്ജറ്റിലെ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇത്രയും ഏകദേശം 2 ലക്ഷം കോടി രൂപ, നേരത്തെ ജിമ്മി സാർ നേരത്തെ പറഞ്ഞു, ഏകദേശം 2 ലക്ഷം കോടി രൂപ എവിടുന്നാണ് കിട്ടുക? എവിടുന്നാണ് 2 ലക്ഷം കോടി ഒരു വർഷം കണ്ട? ഒരു മിനിറ്റ്, 2,40,000 ആയിക്കോട്ടെ. ഞാൻ പറയുന്നത് ഈ പറഞ്ഞ 3,50,000 കോടിയിൽ നിന്നും 19 ലക്ഷം കോടിയിലേക്ക്, 3,50,000 കോടിയിൽ നിന്നും 19 ലക്ഷം കോടിയിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ പണം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ 2 ലക്ഷം കോടി കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടില്ല. കാരണം എന്താണ്? അത് ഓരോരുത്തരുടെ ദീർഘവീക്ഷണമാണ്. കേരളത്തിലെ പല വ്യവസായ മന്ത്രിമാരുണ്ടായിരുന്നല്ലോ, കേരളത്തിൽ പല വൈദ്യുതി മന്ത്രിമാരുണ്ടായിരുന്നല്ലോ, കേരളത്തിലെ കുറേ KSRTCയിലെ നോക്കിയിരുന്ന ട്രാൻസ്പോർട്ട് മന്ത്രിമാരുണ്ടായിരുന്നല്ലോ. KSRTC അടച്ചുപൂട്ടാൻ പോയതാണല്ലോ. കേരളത്തിലെ KSRTCക്ക് ഒരു ദിവസം ശമ്പളം മുടങ്ങുന്നുണ്ടത്. കറക്റ്റ് 1-ാം തീയതി ശമ്പളമാണ്. ഇന്നും 125 കോടി രൂപ KSRTC പുതിയ ബസ് വാങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്.
കേരളത്തിലെ വ്യവസായ മന്ത്രിമാരുണ്ടല്ലോ ഏതെങ്കിലും ഒരു കമ്പനിക്ക് ലൈസൻസ് കിട്ടാതെ കേരളത്തിൽ പ്രശ്നമുണ്ടോ? ഏതെങ്കിലും കമ്പനിയിലേക്ക് സമരം നടക്കുന്നതായിട്ട് നമ്മൾ അടുത്ത ദിവസം ഏതെങ്കിലും കേട്ടോ? ഏതെങ്കിലും കമ്പനി ഹർത്താൽ നടക്കുന്നതായി നമ്മൾ കേട്ടോ? ഈസ് ഓഫ് ഡൂയിങ്ങിൽ 1ാം സ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് GST വൃത്തിയായി ഉപയോഗിച്ച സംസ്ഥാനം കേരളമാണ്. അതിൻ്റെ ബെനിഫിറ്റ് ഇനി അങ്ങോട്ട് പോകാൻ പോവുക. ഇനി ഒരു ഡൗട്ടും വേണ്ട, അങ്ങോട്ട് പോകാൻ പോവുക. നിങ്ങൾ നോക്കിക്കോ, ഐ ടിയിൽ 3 ഇരട്ടി വർധനയാണ്. ഐ ടിയിൽ 3 ഇരട്ടി. ഏത് 2016 അപേക്ഷിച്ച് 3 ടൈംസാണ് വർധന. എക്സ്പോർട്ടിൽ 3 ടൈംസാണ് വർധന. നിങ്ങൾ ഓരോ മേഖല എടുത്ത് നോക്കിക്കോ. പിന്നെ നിങ്ങൾ വലിയ വായിൽ പറയുന്ന ഒരു കാര്യം, റബ്ബറിൻ്റെ വില 250 ആക്കിയില്ല എന്നുള്ളതാണ്. റബ്ബറിൻ്റെ ഇപ്പോഴത്തെ വില എത്രയാണെന്ന് അറിയാം നിങ്ങൾക്ക്? 200 രൂപയാണ് ഇപ്പോഴത്തെ. നിങ്ങൾ വേൾഡ് മുഴുവൻ എടുത്ത് നോക്ക്, റബ്ബറിന് എത്ര വില കിട്ടുന്നതെന്ന്. ലോകത്ത് മുഴുവൻ എടുത്തു നോക്ക്. സർക്കാർ താങ്ങുവില 200-ലാക്കി നിൽക്കുക. അതിൻ്റെ ബാധ്യത ആരാ നോക്കുന്നത്? സർക്കാർ. ഇപ്പം ഞാൻ പറയാം, എനിക്കൊരു 10 ഏക്കർ റബ്ബർ തോട്ടമുണ്ട്. ഈ 10 ഏക്കർ റബ്ബർ തോട്ടത്തിൽ നിന്ന് മുഴുവൻ ഉണ്ടാകുന്ന പാലിനും സർക്കാർ പൈസ കൊടുത്തോണ്ടിരിക്കുക. പക്ഷേ അങ്ങനെ കൊടുക്കാൻ കഴിയില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. മനസ്സിലായില്ല? കാരണം എന്താണ്? ഇവിടുത്തെ പാവപ്പെട്ട പട്ടിണി പാവങ്ങൾക്ക് കൊടുക്കേണ്ട പൈസയാണത്. മനസ്സിലായി? സാധാരണക്കാരൻ്റെ അടിസ്ഥാന വികസനത്തിന് വേണ്ടി കൊടുക്കുക. പിന്നെ ഞാൻ ഏറ്റവും വൃത്തിയായി കണ്ട ബഡ്ജറ്റ്, നിങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും പിന്നോക്ക ആദിവാസി SC ST വിഭാഗത്തിന് ഏതെങ്കിലും പത്രസമ്മേളനം വിളിച്ച് ഇന്നേ വരെ ചർച്ച നടത്തുന്ന കണ്ടിട്ടുണ്ടോ? ഈ സർക്കാരാണ് SC STക്ക് വേണ്ടിയിട്ട് ഏകദേശം 7000 കോടി രൂപയാണ് SC STക്ക് വേണ്ടി മാറ്റി വെച്ചത്. 7000 കോടി. അവർ നാളെ രാവിലെ ഈ ഇലക്ഷന് മാറ്റി ഗുണം ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാ അവർ വന്നിട്ട് ഈ ബഡ്ജറ്റൊക്കെ കേട്ടിട്ട് ബാലഗോപാൽ മിനിസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും പൈസ മാറ്റി വെച്ചു. അവർക്കെന്താണ്? അവർക്ക് ഈ പറയുന്ന പൈസ അവരെ കിട്ടുമ്പോൾ അവർ അറിയുന്നത് തന്നെ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? 7000 കോടി. അടുത്ത കാലത്തെ സർക്കാരുകൾ ഈ 7000 കോടി മാറ്റി വെച്ച് SC STക്ക് നമ്മൾ ഇന്നേ വരെ കേൾക്കാത്ത പിന്നോക്കമായ മലയോര ഈ പറഞ്ഞ കാടുകളിൽ താമസിക്കുന്ന വിഭാഗങ്ങൾക്ക് വരെ പൈസ കൊടുത്തു. അവർ ഏതെങ്കിലും നാളെ രാവിലത്തെ പത്രം വായിച്ചിട്ടോ അയ്യോ ഞങ്ങൾക്ക് ബാലഗോപാൽ മാറ്റി വെച്ചു വിചാരിച്ചിട്ടാണോ ചെയ്യുന്നത്? അതെന്താണ്? അതാണ് ഞാൻ പറയുന്നത്, ദീർഘവീക്ഷണത്തിൻ്റെ ബഡ്ജറ്റാന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത കാലത്ത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത്, കഴിഞ്ഞ 10 വർഷത്തിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും വൃത്തിയായ ബഡ്ജറ്റാണ്. ആ ബഡ്ജറ്റ് അവർ അവതരിപ്പിക്കാനുള്ള കാരണം 3ാം ഭരണം, തുടർ ഭരണം കിട്ടുമെന്നുള്ള ഉറപ്പ് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി. അപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പം RRT RRTS അല്ലേ, RRTSന് അതിവേഗ റെയിൽവേ പാതയ്ക്ക് 100 കോടിയെ മാറ്റി വെച്ചുള്ളൂ. ഒരു 2016 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ തള്ളു ബഡ്ജറ്റ് പോലെയായിരുന്നെങ്കിൽ ഒരു 6000 കോടി മാറ്റി വെച്ചുകൂടായിരുന്നോ? കാരണം നാളെ രാവിലെ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. വെറും 100 കോടി രൂപ പഠനത്തിന് വേണ്ടി മാറ്റി വെച്ചുള്ളൂ. ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. വയനാട് തുരങ്കപാത, മനസ്സിലായില്ലേ? ഞാൻ ഈ വയനാട് തുരങ്കപാതേനെ കാണുന്നത് അറിയോ? വയനാട് ഉള്ള ഒരാൾക്ക് കോഴിക്കോടേക്ക് ഇറങ്ങുമ്പോൾ ബുദ്ധിമുട്ട് ജനങ്ങൾക്കറിയാം. കാരണം മണിക്കൂർ റോട്ടിൽ കിടക്കുകയാണ്. പിണറായി വിജയൻ സർക്കാർ ആയതുകൊണ്ട് മാത്രമാണ് ആ തുരങ്കപാത ഉണ്ടാക്കുന്നത്. ഇന്ന് വേറൊരു തുരങ്കപാതയും കൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനും 10 കോടി മാറ്റി വെച്ചു. ഏതാണ്? കട്ടപ്പന പിന്നെ ഇടുക്കിയിൽ നിന്നൊരു തുരങ്കപാത. ഞാൻ പറയുന്നത് പല സ്ഥലങ്ങളിൽ ഞാൻ ഈ ദീർഘവീക്ഷണം കാണുന്നുണ്ട്. അതുപോലെ ഉൾനാട്ടിൽ IT പാർക്കുകൾ. കാരണം നമ്മൾ സാധാരണ കാണുന്നത് കൊച്ചിയിൽ, കോഴിക്കോട്, തിരുവനന്തപുരം 3 കഴിഞ്ഞു. ഇത് പ്രധാനപ്പെട്ട ഉൾനാടൻ ഗ്രാമങ്ങളിൽ IT പാർക്കുകൾ, ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് IT പാർക്കുകൾ, ഇതിനൊക്കെയാണ് ദീർഘവീക്ഷണം. അപ്പൊ ഇതിനെ ഒന്നും നിങ്ങൾ കുറ്റം പറഞ്ഞിട്ട് അയ്യോ എവിടുന്നാണ്, അടുത്ത സർക്കാരാണ്, അടുത്ത സർക്കാർ വരുവാണെങ്കിൽ കാണാം, അടുത്ത സർക്കാർ. അപ്പോൾ അടുത്ത സർക്കാർ ഇതൊക്കെ നടപ്പിലാക്കി കാണിച്ചാൽ മതി. ഞാൻ പറയുന്നത് പിണറായി വിജയൻ സർക്കാർ എന്നല്ല, അടുത്ത സർക്കാർ ആരാണോ വരുന്നത് അവർക്ക് ദീർഘവീക്ഷണം ഇല്ലെങ്കിൽ ഇത് അങ്ങനെ പൊളിഞ്ഞു വീഴും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. ദീർഘവീക്ഷണമുള്ള സർക്കാർ വരട്ടെ എന്ന് ആഗ്രഹിക്കാം. ഇത്രേ പറഞ്ഞ സ്ഥിതിക്ക് പൊതുകടം കൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അല്ല, പൊതുകട പറഞ്ഞത് പൊതുകടം 2024 അപേക്ഷിച്ച് 51,378.49 കോടിയാണ് പൊതുകടം. അല്ല, ഒരു നിമിഷം പറഞ്ഞതായി പൊതുകടം നമ്മുടെ GSDPയുടെ റേഷ്യോ എത്രയാ? നമ്മുടെ 2025-26 റവന്യൂ കമ്മി 36,889.19 കോടി. റവന്യൂ വരവ് 1,82,972 രൂപ. അതെ. ചെലവ് 2 കോടി എത്രയാണ്? 2,17,558.76. 2 ലക്ഷം പിന്നിട്ടു. അതെ. പക്ഷേ ഈ ബോറോയിങ് എന്ന് പറയുന്നതേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടമെടുപ്പ് എന്ന് പറയുന്നത് നമുക്ക് അനുവദനീയമായ പരിധിയിൽ നിൽക്കുന്നു എന്നുള്ളത് 1. 2, കടമെടുപ്പ് പരിധി കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ 5% കടവും GSDP റേഷ്യോയും തമ്മിലുള്ള അനുപാതം കുറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, കേരളം താരതമ്യേന മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട നിലയിലാണ്. 1. രണ്ടാമത്തത്, ആകെ നമ്മൾ കണക്കിലെടുത്ത് നോക്കിയാൽ 13 സംസ്ഥാനങ്ങളെക്കാൾ മെച്ചപ്പെട്ട നിലയിലുമാണ് കേരളത്തിൻ്റെ അവസ്ഥ. ദേശീയ ശരാശരി എടുത്താലോ അവിടെ 45 അല്ലേ? പിയാസുനിൽ എത്രയാണ് GSDP റേഷ്യോ? ദേശീയ ശരാശരി കടം അറൗണ്ട് 50 വരും അല്ലേ?
ഇവിടെ കണക്കെടുത്ത് നോക്കുമ്പോൾ അത് 33% എന്ന് പറഞ്ഞാൽ രാജ്യത്തെയുള്ള കടക്കണി അപേക്ഷിച്ച് 15% കുറവാണ് നമ്മുടെ സംസ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ മെച്ചപ്പെട്ട 2021 47% 4 വർഷം കഴിഞ്ഞ് 35% കുറഞ്ഞിട്ട് ബാക്കി 34% കുറഞ്ഞു. കേരളത്തിലെ കടവും ആഭ്യന്തര ഉൽപ്പാദനം തമ്മിലുള്ള അനുപാതം ഇപ്പോൾ 33.44. അല്ല അത് മെച്ചപ്പെട്ട സൈനാണ്. അതിന്റെ കാരണം സ്മൃതി ഉണ്ടാവുന്നത് നമ്മുടെ തനത് നികുതി വരുമാനത്തിലുണ്ടാവുന്ന വർധനവാണ്. പക്ഷേ ഇത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പല കണക്കുകളും നമ്മൾ തെറ്റായി. ഇപ്പം ചില ആളുകൾ, ചില സാമ്പത്തിക വിദഗ്ധർ, നോട്ട് സ്മൃതി കൃത്യമായ കണക്ക് പറഞ്ഞു. ചില സാമ്പത്തിക വിദഗ്ധർ ഇതിന് 1 ലക്ഷം കോടിയൊക്കെ ആയിട്ട് ഇതൊക്കെ വെയ്റ്റ്സ് ആൻഡ് മീൻസിൽ വരുന്ന കടവും കൂടി ഇതിനകത്ത് എടുത്ത് തള്ളിയിട്ടാണ് ഈ കണക്ക് പറയുന്നത്. അതൊക്കെ അനുവദനീയമായതാണ്, കഴിച്ചടച്ചതാണ്. 17,000 കോടി വെട്ടിക്കുറച്ചു. 17,000, അതിന് മുമ്പത്തെ വർഷം 8,000 കോടി വെട്ടിക്കുറച്ചു. 17,000 കോടിയാണ്, ചെറിയ പൈസയാണ്. ഇത്തവണ ഞാനതാ അതുകൊണ്ടാണ് പറയുന്നത് 100 പൈസ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടില്ല 23 പൈസയാണ്. പറഞ്ഞൊരു കാര്യമുണ്ട്. ബാലഗോപാൽ മിനിസ്റ്റർ പറഞ്ഞു കേന്ദ്രം സമ്മതിക്കുകയാണെങ്കിൽ 500 രൂപ 2,500 ക്ഷേമ പെൻഷനാക്കാന്ന് പറഞ്ഞു. എന്താണ് ഒരു വർഷം നമുക്ക് 500 രൂപയുടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആകെ 3,000 കോടിയുടെ വ്യത്യാസമുള്ളൂ. ഇപ്പോൾ 14,000 17,000 കോടിയാവുന്നുള്ളൂ. പക്ഷേ എന്താണ് 17,000 കോടി വെട്ടി കുറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാൻ കഴിയില്ല. കാരണം കടമെടുപ്പ് വരുതി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താ, നമുക്കൊരു 1 ലക്ഷം കോടിയുടെ ആവശ്യമുണ്ട്, നമുക്ക് 80,000 കോടി നമുക്ക് വരുമാനമുള്ളൂ, 20,000 കോടി നമുക്ക് എടുക്കണം. അപ്പോൾ നമ്മളെന്താ ഈ അനുവാദമായിട്ടുള്ള സംവിധാനം നമ്മൾ അത് വേൾഡ് ബാങ്കിന് കൊടുത്തിട്ട് നമ്മൾ പറയും ഞങ്ങൾക്ക് ഇതാ വരുമാനം വരാനുണ്ട്, ഞങ്ങൾക്ക് അതിന് ലോൺ എടുക്കാനുള്ള സംവിധാനം ചെയ്തു തരണം, അത് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണം. കേന്ദ്ര സർക്കാർ അനുമതി തരില്ല. അവരെന്ത് ചെയ്യും? ശരി, അത് എടുക്കാൻ പറ്റില്ല, 17,000 കോടി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പെൻഷൻ കൊടുക്കാൻ കഴിയില്ല. ഞാനതിനകത്ത് പറഞ്ഞ അങ്ങനല്ല. അതിനകത്ത് ഒരു വശത്ത് പറയുന്നു കേന്ദ്രം തരാൻ പറ്റില്ല. അതാണ് പറയുന്നത് നിങ്ങൾ പണം ആ പ്രതീക്ഷിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയതാണ് ജിമ്മി, സബ്ജക്ട് ടു കറക്ഷൻ. അത് വരാൻ പോകുന്ന ഫിനാൻസ് കമ്മീഷനിൽ അവരുടെ മാനദണ്ഡങ്ങൾ മേ ബി ദാറ്റ്സ് ആൻ അസംപ്ഷൻ. അങ്ങനെയാണല്ലോ, അങ്ങനെ പറ്റില്ല. അല്ല കേന്ദ്രം ഇനി കേന്ദ്രം തന്നില്ലെങ്കിൽ പോലും നമ്മളത് ഇപ്പൊ കവർ ചെയ്ത് പോകുന്നുണ്ട്. നോക്കൂ, നമ്മളിപ്പോ എത്രയാ കേന്ദ്രത്തിനെ ആശ്രയിക്കുന്നത്? 23% ആശ്രയിക്കുന്നുള്ളൂ. അതേസമയം ബീഹാർ നോക്കൂ, ഈ ബീഹാറിൽ കേന്ദ്രത്തിന്റെ വിഹിതം 74%. കേരളത്തിന് എത്രയാണ് വിഹിതം? 27%. ബീഹാറിന് കേന്ദ്രം 74% കൊടുക്കുന്നു, ത്രിപുര 73% കൊടുക്കുന്നു, ആസാം 63% കൊടുക്കുന്നു, ഈവൻ മധ്യപ്രദേശ് 55%. അതിന്റെ പ്രശ്നം അറിയോ? ഡബിൾ സാധാരണ ഉണ്ടായിട്ടില്ല. ഈ കേന്ദ്രം കേരളത്തിന് അല്ല ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന വിഹിതം എത്രയാണെന്നറിയോ? ഓവറോൾ ആവറേജ് എടുത്താൽ 50%. നമുക്ക് എത്രയായിരുന്നു? 25%. അവിടെയാണ് ഈ കുറവ്. പ്രതീക്ഷ ഇവിടെ അതാണ് ഈ 68,000 കോടിയുടെ കണക്കിനെ നമുക്ക് അവിശ്വസനീയമായി തോന്നുന്നത്. 68,000 കോടിയുടെ കണക്ക് വെച്ചിട്ടാണ് ഈ പദ്ധതികൾ മുഴുവൻ പ്രഖ്യാപിക്കുന്നത്. കടമെടുപ്പ് ആകെ കിട്ടുന്ന നികുതിയുടെ 41% സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത്. അതെ അതെ, അതിൽ 1.3% അതിൽ തർക്കമില്ല. നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള കാര്യം അവിടെ നിൽക്കുകയാണ്. അവിടെ നിൽക്കുമ്പോഴാണ് ഈ കണക്ക് പറയുന്നത്. ഇത്രേ ഉള്ളൂ എന്നുള്ളതാണ് ചോദ്യം. അതിൽ എനിക്ക് തോന്നുന്നു ഈ കണക്കിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ പെട്ടെന്ന് നമുക്ക് ഒരു മിനിറ്റിൽ അവസാനിപ്പിക്കണം, നമ്മൾ ഏറെ വൈകി. അതിനകത്ത് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഈ നികുതി വരുമാനം എന്ന് പറയുന്നത് ശരാശരി 43,000 കോടി രൂപയായിരുന്നു. അത് ഇപ്പോൾ നേരത്തെ ആൻഡ്രൂ സാർ പറഞ്ഞതുപോലെ തന്നെ ഈ വർഷം അത് 70,000 കോടിക്ക് മുകളിലേക്ക് ഉയർന്നിട്ടുണ്ട്. അടുത്ത സാമ്പത്തിക വർഷം അത് 83,000-ലധികം കോടിയിലേക്ക് ഉയരും. അപ്പം സർക്കാരിന്റെ പ്രതീക്ഷയാണ് അങ്ങനെ ഉയർന്നിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷം. അടുത്ത വർഷം അത് ഉയരാൻ സാധ്യത. ഓക്കെ, അപ്പോൾ 83,731 കോടി രൂപ. പ്രായോഗിക ബജറ്റോ എന്ന ചോദ്യത്തിന് യെസ് എന്ന് 4, നോ എന്ന് 1.